നമ്മളിന്ന് കാണാൻ പോകുന്നത് 2014 പുറത്തിറങ്ങിയ ഹാക്കിംഗ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഹൂ ആം ഐ എന്ന ഒരു ജർമ്മൻ മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. നമ്മുടെ ഹീറോ ആയ ബെന്നമിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. അവനൊരു പബ്ലിക് ബൂത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട്. പോലീസുകാർ ഫോൺ എടുത്ത ഉടനെ തന്നെ ബെന്നമിൻ പറയാണ്, സർ, ഞാൻ കീഴടങ്ങാൻ തയ്യാറാണ്. ഇനിയും എത്ര നേരം മരിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്റെ കൂട്ടുകാരെയൊക്കെ അവർ കൊന്നു. അവരിപ്പോ എന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ സൈബർ മാഫിയെ കുറിച്ചും ഫ്രണ്ട്സ് ഗ്യാങ്ങിനെ കുറിച്ചും എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിങ്ങളോട് പറയാൻ തയ്യാറാണ്. എനിക്കൊരു കുറ്റസമ്മതം നടത്താനുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഞങ്ങളുടെ ഈ ഒരു കേസ് ആദ്യം മുതലേ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഹന്ന എന്ന ഡിറ്റക്റ്റീവിനോട് മാത്രമേ ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയുള്ളൂ. ഞാനാണ് നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൂ ആം ഐ. ഈ ഒരു സീൻ ഇവിടെ വെച്ച് കട്ടായി കഴിഞ്ഞാൽ നമ്മളിപ്പോ കാണുന്നത് ഇന്റർഗേഷൻ റൂമിലിരിക്കുന്ന ബെന്നമിനെയാണ്. കുറച്ച് സമയത്തിന് ശേഷം ആ റൂമിലേക്ക് ഹന്ന ഇപ്പൊ നടന്നു വരാണ്. അവൻ അരിയിൽ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കാണ്, അപ്പൊ നീയാണ് ഹൂ ആം ഐ? അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, നീ തുറന്നു പറയല്ലേ? ഇത് കേട്ടപ്പോ ബെന്നമിൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഹന്നയെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് കഥ പറഞ്ഞു തുടങ്ങാണ്. തുടക്കമുള്ള എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ട്. എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പോ എല്ലാം കൂടി കെട്ടിപ്പണഞ്ഞു കിടക്കുകയാണ്. അതിന്റെ ഒത്ത നടുവിലായിട്ട് ഞാനും. ചെറുതായിരിക്കുമ്പോൾ മുതൽ തന്നെ എന്റെ ആഗ്രഹം ഒരു സൂപ്പർ ഹീറോ ആവണമെന്നായിരുന്നു. ആർക്കും ചെയ്യാനാകില്ല എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണമായിരുന്നു. സത്യത്തില് എനിക്കൊരു സൂപ്പർ പവറും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുന്നില് ഞാൻ അദൃശ്യനായിരുന്നു. ഒരു ഗ്രൂപ്പിലും ഞാനുണ്ട് എന്ന് പോലും ആരും അറിഞ്ഞിരുന്നില്ല. ഞാൻ വളരെ ഇന്റർവേർട്ട് ആയിരുന്നു. പിസ്സ ഡെലിവറി ബോയ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് എനിക്കൊരു സൂപ്പർ ഹീറോ വേഷവും ഉണ്ടായിരുന്നു. എല്ലാ സൂപ്പർ ഹീറോസിനെ പോലെയും എനിക്കും ഒരു ചൈൽഡ്ഹുഡ് ട്രോമയുണ്ട്. ഉദാഹരണത്തിന് ബാറ്റ്മാന്റെ പാരന്റ്സ് അവൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പൈഡർമാനെ പിന്നെ നോക്കിയിരുന്നത് അവന്റെ അങ്കിളായിരുന്നു. അങ്കിളും അവന്റെ മുന്നിൽ വെച്ച് തന്നെ മരിച്ചു പോവാണ്. അതുപോലെ തന്നെയാണ് സൂപ്പർമാന്റെയും. എന്റെ കഥയും ഇതിൽ നിന്നൊന്നും വ്യത്യസ്തമല്ലായിരുന്നു. കാരണം ഞാൻ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ എന്റെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് നാട് വിട്ടു പോവുമായിരുന്നു. പിന്നീട് അമ്മയും മുത്തശ്ശിയും കൂടിയാണ് എന്നെ നോക്കിയത്. അമ്മയ്ക്കാണെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. രോഗം ഒരുപാട് മൂർച്ഛിച്ചപ്പോൾ അമ്മയ്ക്ക് അത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അമ്മ ആത്മഹത്യ ചെയ്യായിരുന്നു. പിന്നീട് എന്നെ മുത്തശ്ശിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. മുത്തശ്ശിയും എന്നെ പോലെ തന്നെയായിരുന്നു. മുത്തശ്ശിയും മുത്തശ്ശിയുടെ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മുത്തശ്ശിയുടെ അച്ഛൻ മുത്തശ്ശി ചെറുതായിരുന്ന സമയത്ത് 2ാം ലോക മഹായുദ്ധത്തിന് പോവുകയും അവിടുന്ന് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെത് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ബുള്ളറ്റ് ഷെല്ലുകൾ മാത്രമാണ് മുത്തശ്ശിയുടെ അച്ഛന്റെ കൂട്ടുകാർ അവിടുന്ന് തിരിച്ചുകൊണ്ട് കൊടുത്തത്. ആ 3 ബുള്ളറ്റുകളും മുത്തശ്ശി ഒരു നിധി പോലെയാണ് സൂക്ഷിക്കുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഹന അവനോട് പറയാണ്, ഞാൻ നിന്റെ സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല. നീ എന്തിനാണ് ഈ നിന്റെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്? എനിക്കറിയേണ്ടത് റഷ്യൻ സൈബർ മാഫിയയും ഫ്രണ്ട്സുമായിട്ടുള്ള നിനക്കുള്ള ബന്ധം എന്താണെന്നാണ്. ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ടേബിളിന് മുകളിലിരുന്ന ഷുഗർ ക്യൂബുകളിൽ നിന്നും ഒരു 4 എണ്ണം അവൻ കയ്യിലേക്ക് എടുക്കുകയാണ്. ഒരു കയ്യിൽ നിന്നും മറ്റേ കയ്യിലേക്ക് ഈ ഷുഗർ ക്യൂബുകൾ ഇടുന്നുണ്ട്. എന്നിട്ട് അവൻ കൈ തുറന്ന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ ഒരു ഷുഗർ ക്യൂബ് മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. ആ ഒരു ഷുഗർ ക്യൂബ് എടുത്തിട്ട് അവൻ അതിലേക്കൊന്ന് ബ്ലോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൈ തുറന്ന് കാണിക്കുമ്പോൾ വീണ്ടും 4 ഷുഗർ ക്യൂബുകളാണുള്ളത്. ഈ ഒരു മാജിക് കാണിച്ചിട്ട് ബെഞ്ചമിൻ ഹനയോട് പറയാണ്, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ ക്ഷമയോടെ കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു കഥ വീണ്ടും തുടങ്ങുകയാണ്. ഹാക്കിംഗ് എന്ന് പറയുന്നത് മാജിക് പോലെയാണ്. രണ്ടും മനുഷ്യനെ കബളിപ്പിക്കുന്ന കലയാണ്. 14 വയസ്സ് മുതൽ ഞാൻ കമ്പ്യൂട്ടറിന് മുന്നിൽ ധാരാളം സമയം ചെലവിടാൻ തുടങ്ങി. ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിച്ചു. ആദ്യമായിട്ട് ഒരു സിസ്റ്റം ഹാക്ക് ചെയ്തു. അനന്ത സാധ്യതകളുടെ മഹാപ്രപഞ്ചം എനിക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. അന്ന് ആദ്യമായി ഞാനൊരു കൊള്ളാവുന്നവനാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഞാനൊരു സീറോ ആയിരുന്നു. പക്ഷേ ഇന്റർനെറ്റിന്റെ കാര്യത്തിൽ ഒരു ഹീറോയും. എന്നെ പോലുള്ള ആളുകൾക്ക് അതൊരു ആത്മവിശ്വാസമായിരുന്നു. വേൾഡ് വൈഡ് വെബിൽ സമയം കളഞ്ഞവർ കുപ്രസിദ്ധമായ ഡാർക്ക് വെബിൽ കണ്ടുമുട്ടി. ഇന്റർനെറ്റ്, ഇവിടെ എനിക്ക് ആര് വേണമെങ്കിലും ആവാം. രാവും പകലും ഞാൻ കമ്പ്യൂട്ടറിന് മുന്നിൽ ചെലവിട്ടു. യഥാർത്ഥ ലോകത്ത് ഞാൻ ഉറങ്ങുകയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഹാക്കിംഗ് ലോകത്തെ എന്റെ റോൾ മോഡലായിരുന്നു. അവനാണ് മിസ്റ്റർ എക്സ്. അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഏത് സിസ്റ്റത്തിലേക്കും അയാൾ നിഷ്പ്രയാസമായി ഹാക്ക് ചെയ്ത് കയറുമായിരുന്നു. അവന്റെ പ്രശസ്തമായ ഹാക്കുകളിലൊന്ന് ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് ആയിരുന്നു. കണ്ണിൽ കണ്ട പ്രൊഫൈലുകളൊക്കെ അവൻ ഹാക്ക് ചെയ്ത് അതിന് DP ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. ഹാക്കർമാർക്കിടയിലെ സൂപ്പർ ഹീറോ മിസ്റ്റർ എക്സ്. എനിക്ക് അയാളെ പോലെ ആകണമെന്നായിരുന്നു. മിസ്റ്റർ എക്സിന് 3 നിയമങ്ങൾ ഉണ്ടായിരുന്നു. 1, ഒരു സിസ്റ്റവും സുരക്ഷിതമല്ല. 2, അസാധ്യമായത് ലക്ഷ്യമാക്കുക. 3, യഥാർത്ഥ ലോകത്തും സൈബർ ലോകത്തും ഒരുപോലെ രസം കണ്ടെത്തുക. ഒരു സാങ്കല്പിക ലോകത്ത് മാത്രം നമ്മുടെ മേഖലയെ ഒതുക്കാതിരിക്കുക. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം അവളാണ്, മേരി. ബെന്നമിൻ ഒരു കോളേജിലേക്ക് പിസ്സ ഡെലിവറി ചെയ്യാനായിട്ട് വന്നതാണ്. അവിടെ വെച്ചിട്ട് അവൻ വളരെ അപ്രതീക്ഷിതമായിട്ട് അവന്റെ കൂടെ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന മേരി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ കാണാണ്. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവന് അവളോട് ഭയങ്കര പ്രേമമായിരുന്നു. പക്ഷെ അവനല്ലാതെ ഇത് വേറെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം നടക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പൈൻ സ്റ്റഡി ഒക്കെ പോലെ ഈ ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റുവരുന്ന് പഠിക്കുകയായിരുന്നു. പക്ഷെ മേരി മാത്രം ഇപ്പൊ ആ ഒരു ഡെസ്കിന്റെ മുകളിൽ തല വെച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോ അവളുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട്, എടാ എന്തെങ്കിലും ഇരുന്ന് പഠിക്കുക, മറ്റന്നാൾ എക്സാം ആണ്, നീ എന്താ വല്ല ക്വസ്റ്റ്യൻ പേപ്പറും ചോർത്താനായിട്ട് ആരെങ്കിലും
കേൾപ്പിച്ചിട്ടുണ്ടോ? നിന്റെ ഈ കിടത്തം കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവള് പറയണം, ഞാൻ മറ്റേ സൂപ്പർമാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അയാൾ കുറച്ച് തിരക്കില്ലെന്നാ പറഞ്ഞേ, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് അറിയില്ല, എന്തായാലും എഴുതി നോക്കാം, പാസ്സാവണേ പാസ്സാവട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്താണ് നമ്മുടെ ബെഞ്ചമിൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നിട്ട് അവൻ പിസ്സ അവർക്ക് ഡെലിവറി ചെയ്യാണ്. ആ ഒരു ടൈമില് ഒരു തമാശ എന്നുള്ള രീതിയിൽ മേരി അവനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എടാ നീ ഈ ഒരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചോർത്തി തരാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഒരു 100 രൂപയും കൂടി കൂടുതൽ തരാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പിസ്സ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാണ്. ബെഞ്ചമിൻ അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. പണ്ട് മുതലേ ഇവൻ ഭയങ്കര അദൃശ്യനായതുകൊണ്ട് തന്നെ അവക്ക് ഇവനെ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ ഒരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബെന്യാമിൻ അവന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ കിടന്നിട്ട് അവനിങ്ങനെ ആലോചിക്കുകയാണ്, മേരി ഇപ്പോൾ ഒരു കുഴപ്പത്തിലാണ്, എനിക്ക് എന്തായാലും അവളെ സഹായിക്കാൻ കഴിയും. ഞാൻ ഈ ഒരു കുഴപ്പത്തിൽ അവളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഞാനൊരു സൂപ്പർ ഹീറോ ആയി മാറും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാവും, പിന്നെ ഞങ്ങൾ വിവാഹം കഴിക്കും, ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവും, അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കും. ആഹാ അടിപൊളി. പിന്നെ ഒരു നിമിഷം പോലും അവൻ അവിടെ എങ്ങനെ കിടക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ ചാടി നീട്ടിട്ട് അവന്റെ ലാപ്ടോപ്പ് പോയിട്ട് യൂണിവേഴ്സിറ്റിയുടെ സെർവർ റൂമിലേക്ക് ആരും കാണാതെ കയറുകയാണ്. ആ ഒരു സെർവറിലേക്ക് ഇവന്റെ സിസ്റ്റം കണക്ട് ചെയ്തിട്ട് അവന് ആവശ്യമായിട്ടുള്ള ആ ഒരു ചോദ്യ പേപ്പർ അവൻ അവിടുത്തെ ഡൗൺലോഡ് ചെയ്യാണ്. ഇതിനിടയിൽ അവനൊരു കാര്യം പറയുന്നുണ്ട്, ചില ഹാക്കർമാര് അവരൊരു സിസ്റ്റം ഹാക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരൊരു തെളിവും ബാക്കി വെക്കാതെ അവർ വന്ന പണിയും തീർത്ത് അവര് സേഫ് ആയിട്ട് തന്നെ ഇറങ്ങിപ്പോ. പക്ഷേ ചില ആൾക്കാർ അങ്ങനെയല്ല, അവർ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവിടെ ചെയ്തു വെക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു 3 പ്രതിമകളെ തല തിരിച്ചു വെക്കുകയാണ്. അതിനുശേഷം അവൻ വീണ്ടും പറയാണ്, ചില ആൾക്കാർ അങ്ങനെയല്ല, അവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു സാധനം മറ്റുള്ളവര് അറിയെ തന്നെ എടുത്തിട്ട് പോകും, സ്മാരകം പോലെ എന്നും കയ്യിൽ വെക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു 3 പ്രതിമയില് ഒരു പ്രതിമ അവൻ കയ്യിലെടുത്തിട്ട് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അവിടെ ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. നോക്കുന്ന സമയത്ത് സെക്യൂരിറ്റിയാണ്. അയാൾ വന്നിട്ട് ബെന്യാമിനോട് ചോദിക്കുകയാണ്, എന്താണ് അവിടെ പരിപാടി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബെന്യാമിൻ ആദ്യമായിട്ട് പിടിക്കപ്പെടുകയാണ്. മുൻപ് അവന്റെ പേരിൽ ക്രിമിനൽ കേസുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന് ഒരു 50 മണിക്കൂർ സോഷ്യൽ സർവീസ് അതായിരുന്നു കോടതി വിധിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൻ സോഷ്യൽ സർവീസിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു. കാരണം അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു നഗരം, ആ ഒരു നഗരം തന്നെയാണ് അവന് ക്ലീൻ ചെയ്യാനായിട്ട് കിട്ടിയത്. അതുകൊണ്ട് അവന്റെ ആ ഒരു വിധിയെ ശപിച്ചുകൊണ്ട് ആ ഒരു നഗരം അവൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് കണ്ട സമയത്ത് നമ്മുടെ ബെന്യാമിൻ ആ ഒരു ഭാഗത്തേക്ക് എന്നെ നൈസായിട്ട് മുങ്ങുന്നുണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് അവനങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അവന്റെ പേരാണ് മാക്സ് ഇപ്പോ അവിടെ നിന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സെയിം കാര്യം തന്നെയാണ് നമ്മുടെ മാക്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതേപോലെ തന്നെ എന്തോ ഒരു കണ്ണന്തിരിവ് കാണിച്ചിട്ട് കോടതിയിൽ നിന്ന് ശിക്ഷയും വാങ്ങിയിട്ട് ഈ ഒരു പണിക്ക് ഇറങ്ങിയതായിരുന്നു അവനും. ബെന്യാമിനെ കണ്ട സമയത്ത് മാക്സ് ഇപ്പൊ ബെന്യാമിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോ ബെന്യാമിനാണെങ്കിൽ അവനെ കണ്ടിട്ട് അധികം ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ തലയൊക്കെ താത്തി നിൽക്കുകയാണ്. മാക്സ് ആണെങ്കിൽ കുറച്ച് എന്താ പറയാ, ഇവന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അവനിപ്പോ ബെന്യാമിനോട് പറയാണ്, ഓക്കെ ഞാൻ ഊഹിക്കാം നീ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നേന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ബെന്യാമിൻ ഇപ്പൊ പറയാണ്, ഓക്കെ ചെറുപ്പം മുതലേ നീ അദൃശ്യനായിരുന്നു, മറ്റുള്ളവർക്കൊന്നും നീ ഒരിക്കലും പിടികൊടുത്തിട്ടില്ല, സ്കൂളിൽ വെച്ചിട്ട് നിന്നെ ആരും തല്ലിയിട്ട് പോലും ഇല്ല, ഓ എന്ത് കഷ്ടം തന്നെയാണത് എന്ന് പറഞ്ഞിട്ട് മാക്സ് ഇപ്പൊ പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ബെന്യാമിൻ അവനെ വിളിച്ചിട്ട് പറയാണ്, കമ്പ്യൂട്ടർ വെച്ച് കളിച്ചതിനാണ് എനിക്ക് ഈ ഒരു ശിക്ഷ കിട്ടിയത് എന്നിങ്ങനെ പറയാണ്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ മാക്സ് ഒന്നും മെല്ലെ നിൽക്കുന്നുണ്ട്. തിരിഞ്ഞ അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, കമ്പ്യൂട്ടർ വെച്ചിട്ട് നീ എന്ത് കുറ്റാണ് ചെയ്തത്? DDoS അറ്റാക്ക് ആണോ, അതോ ബോട്ട്നെറ്റോ, ഫിഷിംഗ്, അതോ നീ വെറും സ്ക്രിപ്റ്റിംഗ് കിടിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി സെർവർ ഹാക്ക് ചെയ്തു, അങ്ങനെയാണ് ഈ ഒരു പണിക്ക് ഇറങ്ങിയത്, സീറോ ഡേ എക്സ്പ്ലോയിറ്റ് എന്നിങ്ങനെ പറയാണ്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ മാക്സിന് ഭയങ്കര അത്ഭുതമാണ്. എന്നിട്ട് മാക്സ് ഇപ്പൊ അവനോട് ചോദിക്കുകയാണ്, എന്ത് നിനക്ക് മെഷീൻ ലാംഗ്വേജ് ഒക്കെ അറിയാന്നോ? യാതൊരു കോഴ്സിലും ഇല്ലാണ്ട് അറിയാം എന്നിങ്ങനെ പറയാണ്. അപ്പോ മാക്സിന് ചെറിയൊരു അത്ഭുതമാവുന്നുണ്ട്. അപ്പൊ അവനെ നോക്കിയിട്ട് മാക്സ് ഒന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് ബെന്യാമിന് നേരെ കൈ നീട്ടുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ മാക്സ്, ഞാൻ ബെന്യാമിൻ. അങ്ങനെ അവര് പരിചയപ്പെട്ടാണ്. മാക്സ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാർട്ടിയിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ഇപ്പൊ ബെന്യാമിന് കൊടുക്കുന്നുണ്ട്. ബെന്യാമിൻ ഇപ്പൊ അത് വാങ്ങിയിട്ട് അതിലേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. മാക്സ് ഇപ്പൊ പറഞ്ഞിട്ടില്ല ഈ ഒരു ടൈംസും കാര്യങ്ങളൊക്കെ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് ചുരുക്കി പറയാം. DDoS അഥവാ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനൈൽ ഓഫ് സർവീസ്. സംഭവം എന്താന്ന് വെച്ചാൽ ഒരു സെർവറോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ ഒക്കെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് അറ്റാക്കറിന്റെ കൺട്രോളിലുള്ള ഒരുപാട് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് നേരത്തെ തന്നെ അയാൾ ഹാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കൂട്ടം കമ്പ്യൂട്ടറുകൾ, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോംബി സിസ്റ്റംസ്. ഈ ഒരു സോംബി സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെർവറിനെയോ വെബ്സൈറ്റിനെയോ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണിത്. പല ഡിവൈസുകളിൽ നിന്നും ഒരുമിച്ച് അറ്റാക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. അതാണ് DDoS എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ സോംബി സിസ്റ്റംസ് ഇല്ലേ, അങ്ങനെയുള്ള ഒരു കൂട്ടം സിസ്റ്റങ്ങളെ പറയുന്ന പേരാണ് ബോട്ട്നെറ്റ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും എന്ന് വേണ്ട ചില കുലിസിത സൈറ്റുകളിലൊക്കെ നമ്മൾ കയറി ഇറങ്ങുന്ന സമയത്ത് മച്ചമാരെ ഒന്ന് ശ്രദ്ധിച്ചോ, ചില ലിങ്കുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വൈറസുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വൈറസുകൾ നമ്മുടെ സിസ്റ്റത്തിനെ ഫോണിനെയൊക്കെ ഒരു സോംബിയാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോണും കമ്പ്യൂട്ടറൊക്കെ ചില അറ്റാക്കുകളുടെ ഭാഗമാവാറുണ്ട്. ഈ ഒരു പരിപാടിനെ പറയുന്ന പേരാണ് ബോട്ട്നെറ്റ്. ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റമോ സോഫ്റ്റ്വെയറോ സെർവറോ ഇതിലുണ്ടാവുന്ന പ്രോഗ്രാമുകളുടെ ചില ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു സെർവറിലേക്കുള്ള ആക്സസ് നേടുന്ന രീതിയാണ് സീറോ ഡേ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹാക്കിംഗ് മെത്തേഡാണ്. നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഇമെയിലുകളും അതുപോലെ വാട്സപ്പുകളും മെസ്സേജുകളൊക്കെ വരാറില്ലേ? അതായത് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജ് പോലെയൊക്കെ വരാറില്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോകുന്നത് ഹാക്കേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള
ഒരു ഫേക്ക് ആയിട്ടുള്ള സൈറ്റിലോട്ടായിരിക്കും. അവിടെ നമ്മളുടെ ഇമെയിലോ പാസ്വേഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ടോ. ഈ ഒരു ഫോമിനകത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് നേരെ ഹാക്കറിന് കിട്ടും. ഈ ഒരു രീതിയിൽ ഹാക്കിംഗ് നടത്തുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ചൂണ്ടിയിട്ടിട്ട് മീനെ പിടിക്കുന്ന ആ പരിപാടി തന്നെ. ആരെങ്കിലുമൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ഹാക്കിംഗ് നടത്തുന്ന ആളുകളെ ഹാക്കിംഗ് ലോകത്ത് കളിയാക്കി വിളിക്കുന്ന പേരാണ് സ്ക്രിപ്റ്റിംഗ് കിഡി എന്നത്. ഗൈസ്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസിനൊന്നും വലിയ ലൈക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാനാകെ മൂഡ് ഓഫ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയത്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം. ഇപ്പൊ ബെന്യാമിൻ മാക്സ് കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻവിറ്റേഷൻ നോക്കിയിട്ട് ആ ഒരു പാർട്ടി നടക്കുന്ന ഭാഗത്തേക്ക് വന്നേക്കാണ്. അപ്പൊ വന്ന് നോക്കുന്ന സമയത്ത് ഒരു വീട് നിറച്ചും ആൾക്കാർ വെള്ളം അടിച്ച് കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല കിടുക്കാച്ച ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പാർട്ടിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ബെന്യാമിൻ മെല്ലെ കയറി പോകുന്നുണ്ട് ഈ ഒരു മാക്സിനെ കാണാനായിട്ട്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സൈഡിലായിട്ട് മേരിയും അവളുടെ ഫ്രണ്ട്സും അങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ബെന്യാമിൻ അവളെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ്, അവൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബാക്ക് സൈഡിൽ നിന്ന് നമ്മുടെ മാക്സ് നടന്നു വന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ട് ഈ ഒരു പാർട്ടി നടക്കുന്ന വീടിന്റെ മുകൾ ഭാഗത്തുള്ള ഒരു റൂമിലേക്ക് മാക്സ് നമ്മുടെ ബെന്യാമിനെ കൂട്ടിട്ട് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു രണ്ടാൾക്കാര് അവിടേക്ക് വന്നിട്ടുണ്ട്. അതിലൊരുത്തൻ അവന് നേരെ കൈ നീട്ടാണ്. എന്നിട്ട് പറയാണ്, ഞാൻ സ്റ്റെഫാൻ. ഇപ്പൊ മാക്സ് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവനാണ് സോഫ്റ്റ്വെയർ മാസ്റ്റർ. ഏത് ആപ്ലിക്കേഷനിലും അവനൊരു ബഗ് കണ്ടെത്തും. പണ്ട് മുതലേ അവനൊരു പ്രാന്ത സ്വഭാവമാണ്. ഭയങ്കര ഭീകരമായിട്ടുള്ള ടാസ്കുകളൊക്കെ ഏറ്റെടുക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് അതിന്റെ ത്രില്ല് അവൻ ഒരുപാട് എൻജോയ് ചെയ്യും. അതാണ് സ്റ്റെഫാൻ. അടുത്തായിട്ട് പരിചയപ്പെട്ടത് പോളിനെ ആയിരുന്നു. അവനൊരു ഹാർഡ്വെയർ പ്രാന്തനാണ്. ഒരു പേപ്പർ ക്ലിപ്പും മദർ ബോർഡും നൽകി കഴിഞ്ഞാൽ അവൻ നിങ്ങൾക്ക് എന്തും ഉണ്ടാക്കി തരും. ബെന്യാമിനെ പോലെ അമ്മയെ അവന് നേരത്തെ നഷ്ടപ്പെട്ടു. അവന്റെ അച്ഛൻ ഒരുപാട് ധനികനായിരുന്നു. എന്നാലും അവനെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഇമ്മാതിരി ഉടായ്പ പരിപാടികളിലൊക്കെ ആശാൻ പുലിയായി. ഇപ്പൊ മാക്സ് ബെന്യാമിനോട് പറയുന്നുണ്ട്, അവൻ ചിരിക്കാതിരിക്കുന്ന കണ്ടിട്ട് നീ പേടിക്കണ്ട, അവൻ ജനിച്ച മുതൽ ഇങ്ങനെയാണ്, ചിരിക്കില്ല എന്ന് ഞാൻ പറയാണ്. ഇപ്പൊ പോൾ അവനോട് ചോദിക്കാണ്, നിനക്ക് മെഷീൻ ലാംഗ്വേജ് അറിയാന്ന് പറഞ്ഞു, ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ബെന്യാമിൻ പറയാണ്, ആ അറിയാം. എന്നാലും പോൾ പറയുന്നുണ്ട്, അത് പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ നീ അത് തെളിയിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. എന്നാല് ബെന്യാമിൻ ഇപ്പൊ ഭ്രാന്ത് പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ 3 പേരുടെയും വെല്ലുവിളി ബെന്യാമിൻ നേരിടാൻ തയ്യാറാവാണ്. അവനിപ്പോ മാക്സ് ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കി കൊടുക്കുന്നുണ്ട്. അവൻ ആ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്നിട്ട് കുറച്ചു നേരം എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് കളിക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും നോക്കിയിട്ട് ഒന്ന് എന്റർ അമർത്തുന്ന സമയത്ത് ആ ഒരു ഭാഗത്തുള്ള കറണ്ട് മുഴുവനും സ്പോട്ടിൽ കട്ടായി പോവാണ്. ഇപ്പൊ ഇവന്റെ ഈ ഒരു കഴിവ് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ സ്റ്റെഫാനും പോളും മാക്സും ഇവനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. സ്റ്റെഫാൻ ഇപ്പൊ പറയാണ്, ഓ KCBയുടെ സെർവർ വരെ നീ അടിച്ചു കളഞ്ഞല്ലടാ, MVD തരയണ്ട, അവർ നിന്നെ ദത്തെടുത്ത് കളയും ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അഭിനന്ദിച്ചോണ്ട് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ പുറത്ത് ഇപ്പൊ പോലീസ് വന്നേക്കാണ്. അവര് ടോർച്ച് അടിച്ചിട്ട് ഈ ഒരു വീടിന്റെ ഉൾഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോ ബെന്യാമിൻ പോയിട്ട് അവന്റെ കമ്പ്യൂട്ടറിൽ കുത്തി കളിച്ചിട്ട് വീണ്ടും ആ ഒരു ഭാഗത്തേക്ക് കറണ്ട് കൊണ്ടുവരാണ്. മാക്സ് പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, ഇത് എന്റെ വീടൊന്നുമല്ല, ആരുടെയോ വീടാണ്, ഇവിടെ നമ്മളൊരു പാർട്ടി നടത്തുന്നു, അത്രേ ഉള്ളൂ, അതാണ് ഇപ്പൊ പോലീസ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർ 4 പേരും കൂടി അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പൊ താഴത്തെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് പോലീസ് ഇടിച്ചു കയറി വരികയാണ്. ഈ ഒരു സമയത്ത് മേരി ബെന്യാമിനെ തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് ബെന്യാമിനോട് ചോദിക്കുകയാണ്, നീ ആ ഒരു പിസ്സ ഡെലിവറി പോയല്ലേ, നീ എങ്ങനെ ഇവിടെ വന്നേന്ന് ഇപ്പൊ മേരി ബെന്യാമിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബെന്യാമിൻ അവളെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് മാക്സ് വന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഓ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സ്റ്റെഫാൻ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന നല്ല കട്ടിയുള്ള ഒരു പ്രതിമ എടുത്തിട്ട് അവിടെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ജനൽ ചില്ലിലേക്ക് എറിഞ്ഞാണ്ട് പൊളിക്കുകയാണ്. എന്നിട്ട് വാ നമുക്ക് ഇതുവരെ രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവർ 4 പേര് ഓടാണ്. ഇവരുടെ കൂടെ മേരി ഓടി വരുന്നുണ്ട്. മേരിയും ഇവരുടെ ഫ്രണ്ടാണ്. അങ്ങനെ ഇവർ ആ ഒരു ജനൽ വഴി ഓടി രക്ഷപ്പെടാണ്. എന്നാൽ പുറത്ത് നിന്ന പോലീസുകാര് ഇവരുടെ പുറകെ കാറിൽ വരുന്നുണ്ട്. അങ്ങനെ ഓടി ഓടിയിട്ട് ഇപ്പൊ പോലീസുകാരൊന്നും കാണാത്ത ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ മേരിയും എല്ലാം നിന്നിട്ട് പറയാണ്, അയ്യോ അടുത്തു, ഇനി എനിക്ക് ഓടാൻ വയ്യ, നിങ്ങൾ പൊക്കോന്ന് പറയാണ്. എന്നാൽ ബെന്യാമിൻ പോകുന്നില്ല. മാക്സും ടീമും കൂടിയിട്ട് അവരുടെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ് അവിടുന്ന്. ഇപ്പൊ മേരി ബെന്യാമിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ ബെന്യാമിൻ അല്ലേ? അപ്പൊ ബെന്യാമിൻ അതേന്ന് പറഞ്ഞിട്ട് തല കുലുക്കുന്നുണ്ട്. അപ്പൊ അവന്റെ അടുത്ത് പറയാണ്, ഓക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ക്ലാസ്സിൽ കയറാൻ നടന്നതും അതൊക്കെ പ്രശ്നമായതും ഒക്കെ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് എന്നിങ്ങനെ പറയാണ്. എനിവേ എന്തായാലും കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവളങ്ങോട്ട് പോവാണ്. അപ്പൊ ബെന്യാമിന്റെ മനസ്സിൽ എന്തോ ഒരു ലഡ് പൊട്ടിയ പോലെ അവളെ പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൻ അവന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി നോക്കുന്ന സമയത്താണെങ്കിൽ അവന്റെ വീടിന്റെ വാതിൽ ഇങ്ങനെ തുറന്നു കിടക്കായിരുന്നു. അപ്പൊ റൂമിന്റെ ഉള്ളിൽ കയറി നോക്കുന്ന സമയത്ത് അവന്റെ മുത്തശ്ശിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശിക്ക് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതേപോലെ ഇറങ്ങി പോകാറുള്ളതാണ്. ഇപ്പൊ ബെന്യാമിൻ അവന്റെ മുത്തശ്ശി അന്വേഷിച്ചിട്ട് ആ ഒരു നഗരത്തിലൂടെ നടക്കുന്നുണ്ട്. ലാസ്റ്റ് അവന്റെ മുത്തശ്ശിയെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് വീണ്ടും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ മുത്തശ്ശിയെ കൊണ്ടിട്ട് ഇവരുടെ ആ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വന്നേക്കാണ്. സൈക്കോളജിസ്റ്റ് അവന്റെ അടുത്ത് പറയാണ്, മുത്തശ്ശിക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ എന്തായാലും ആവശ്യം വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് മുത്തശ്ശി അഡ്മിറ്റ് ആക്കുന്നതാണ് നല്ലത്. അല്ലാതെ നിന്റെ കൂടെ നിന്നുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും ഇങ്ങനെ മുത്തശ്ശി സേഫ് ആയിട്ട് നോക്കാൻ കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ മുത്തശ്ശി എന്തായാലും നീ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി നിന്റെ മുത്തശ്ശി അവർ ടേക്ക് കെയർ ചെയ്തോളും എന്നിങ്ങനെ പറയാണ്. അങ്ങനെ മനസ്സോടെ അവന്റെ മുത്തശ്ശിയെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. അവൻ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ ട്രെയിനിലിരുന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല വിഷമമുണ്ട്. കാരണം അവൻ അത്രയ്ക്ക്
അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവന്റെ മുത്തശ്ശി. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് അവൻ ആ ഒരു ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ അവനിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഭയങ്കര ജഗപൊക ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഒരാൾ കയറി വരാണ്. നോക്കുമ്പോ മാക്സ് ആണത്. അവനിപ്പോ ബെന്നമിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താ മോനെ നീ എന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ മൂടൊക്കെ ഒന്ന് മാറ്റണ്ടേ, നീ ഇപ്പൊ എന്റെ കൂടെ വാ, ഞാനൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ബെന്നമിനെ കൂട്ടിയിട്ട് മാക്സ് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാണ്. ഇവര് ആ ഒരു ഹാക്കിങ്ങിന്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. മാക്സും ബെന്നമിനും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തമാണ്. എന്നാൽ ഈ ഒരു ഹാക്കിങ്ങിന്റെ കാര്യം വരുമ്പോഴത്തേക്കും അവര് തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് എന്നിങ്ങനെ ബെന്നമിൻ ഈ ഒരു നടത്തത്തിനിടയിൽ മനസ്സിലാക്കുകയാണ്. ഇപ്പൊ ഹാക്കിങ്ങിനെ പറ്റിയിട്ട് ബെന്നമിനോട് മാക്സ് ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അസാധ്യമായ കാര്യങ്ങളെ ടാർഗറ്റ് ചെയ്യുക, സിസ്റ്റങ്ങളുടെ പുറകിൽ മാത്രം ഇരിക്കാതിരിക്കുക, ഒരു സിസ്റ്റവും സേഫ് അല്ല. മിസ്റ്റർ എക്സ് പറഞ്ഞിട്ടുള്ള ഈ ഒരു 3 നിയമങ്ങള് മാക്സ് ഇപ്പൊ പറയുന്നുണ്ട്. അപ്പോ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോട്ട് നമ്മുടെ ബെന്നമിനും പറയാണ്. അപ്പൊ അവര് മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് മിസ്റ്റർ എക്സ് അല്ലേ. അപ്പൊ രണ്ടാൾക്കും മനസ്സിലായിട്ടുണ്ട് രണ്ടാളും ഒരേ ടേസ്റ്റുള്ള ആളുകളാണെന്നുള്ളത്. ബെന്നമിനോട് ഇപ്പൊ മാക്സ് പറയാണ്, നീ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മനുഷ്യന്റെ മനസ്സിനെ ഹാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണത്. സിസ്റ്റംസ് ഒക്കെ ഹാക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി മനുഷ്യന്റെ മനസ്സിനെ ഹാക്ക് ചെയ്യാനായിട്ട്. അതുവഴി ടാർഗറ്റിന്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള എന്ത് വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഈവൻ പാസ്വേഡുകൾ വരെ. ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് മാക്സ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡസ്റ്റ്ബിന്നിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് എന്തോ ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അവനൊരു ബോക്സ് കിട്ടുന്നുണ്ട്. ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഒരു ബില്ലും ഉണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് കിട്ടി കഴിഞ്ഞപ്പോ മാക്സ് ബെന്നമിനോട് ചോദിക്കുകയാണ്, നിനക്ക് വിശക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ബെന്നമിൻ മാക്സിനെ നോക്കിയിട്ട് അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വേസ്റ്റ് ബോക്സ് ഒന്ന് ഇപ്പൊ നമ്മുടെ മാക്സ് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ആ ഒരു വേസ്റ്റ് ബോക്സിന് നേരെ മുന്നിലുണ്ടായിരുന്ന ഒരു ഡോണറ്റ് ഷോപ്പിലേക്ക് ഇവർ രണ്ടുപേരും കൂടി കയറി പോവാണ്. ആ ഒരു ഷോപ്പിൽ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡോണറ്റിന്റെ പാഴ്സൽ ബോക്സും അവരുടെ തന്നെ ബില്ലും ആയിരുന്നു അത്. ഈ ഒരു ബില്ലും ബോക്സുമായിട്ട് നമ്മുടെ മാക്സ് ഈ ഒരു ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പൊ കൗണ്ടറിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. മാക്സ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആളെടുത്ത് പറയാണ്, അല്ല ഞാനൊരു 10 ഡോണറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 8 തരുള്ളൂ, അങ്ങനെയുണ്ടോ? എന്നാൽ ബില്ലടിച്ച സമയത്ത് 10 കൃത്യമായിട്ട് ബില്ലടിച്ചിട്ടുണ്ടല്ലോ, ബാക്കി 2 ഡോണറ്റ് കൂടി എടുക്കുന്ന പറയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് നീ ആൾക്കാരെല്ലാം കൂടിയിട്ട് പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് അയാള് ഒരു 2 ഡോണറ്റ് ആ ഒരു ബോക്സിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ബെന്നമിൻ അങ്ങനെ കിളി പോയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ബെന്നമിനെ കൂട്ടിയിട്ട് വേഗം നമ്മുടെ മാക്സ് ഷോപ്പിന്റെ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു ഭിക്ഷക്കാരന് ഈ 2 ഡോണറ്റ് അവൻ കൊടുക്കുകയാണ്. എന്നിട്ട് ബെന്നമിന്റെ അടുത്ത് മാക്സ് പറയാണ്, ഇത്രയേ ഉള്ളൂ, ഇതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്, നീ വാ നമുക്കിന്ന് വേറൊരു പണി കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബെന്നമിനെയും കൂട്ടിയിട്ട് മാക്സ് അവിടുന്ന് പോവാണ്. അങ്ങനെ ഇപ്പൊ അവര് പോയിട്ട് ഒരു ഫെൻസിംഗ് ഒക്കെ ഉള്ള ഒരു കാർ പാർക്കിങ്ങിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നോക്കുന്ന സമയത്ത് നമ്മുടെ പോളും സ്റ്റെഫാനും കൂടിയിട്ട് ആ ഒരു പാർക്കിങ്ങിന്റെ ഉള്ളിലായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫെൻസിംഗ് പൂട്ടിയിട്ടില്ല ആ ഒരു ലോക്ക് ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇവന്മാര് കട്ട് ചെയ്യാണ്. എന്നിട്ട് ഇപ്പൊ ബെന്നമിനെ മാക്സിനെയും കൂട്ടിയിട്ട് ആ ഒരു പാർക്കിങ്ങിന്റെ ഉള്ളിലേക്ക് കയറ്റാണ്. ഇവിടുത്തെ ഈ ഒരു പാർക്കിങ്ങില് ഈ വണ്ടികളിലൊക്കെ കീ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ആ ഒരു ബോക്സ് പൂട്ടിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഒരു മാഗ്നറ്റ് പിടിപ്പിച്ചിട്ടുള്ള എന്തോ ഒരു പരിപാടി ഉപയോഗിച്ചിട്ട് അതിലുണ്ടായിരുന്ന ഒരു വാനിന്റെ കീ ഇവർ ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു വണ്ടിയായിട്ട് ഇവർ പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് എത്തി കഴിഞ്ഞപ്പോ വാൻ പതിയെ നിൽക്കുകയാണ്. ബെന്നമിൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ പരിപാടി, എന്താ എന്നോട് കൂടി ഒന്ന് പറയും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ നിനക്ക് മനസ്സിലാവും, നീ ആ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിടാ, അതുപോലെ തന്നെ ഈ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ വെച്ചാൽ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്നും കൂടി സെറ്റാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അവനെ തള്ളിയിട്ട് ആ ഒരു വണ്ടിയുടെ പുറത്താക്കുന്നുണ്ട്. ഇപ്പൊ അവന്റെ കൂടെ സ്റ്റെഫാനും പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ആ ഒരു വാനിന്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ മാക്സ് ഇപ്പൊ അവരോട് പറയാണ്, ഗുഡ് ലക്ക് ഗൈസ്, നിങ്ങൾ പോയിട്ട് അടിപൊളിയാക്കിയിട്ട് വാന്ന് പറയാണ്. അപ്പൊ ബെന്നമിൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ വരുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പൊ മാക്സ് പറയാണ്, അല്ല എനിക്ക് ഇതിനകത്ത് കുറച്ച് പണിയുണ്ട്, നിങ്ങളുടെ പണി അവിടെയാണ്, നിങ്ങൾ പോയിക്കാന്ന് പറയാണ്. അങ്ങനെ ബെന്നമിനെ കൂട്ടിയിട്ട് സ്റ്റെഫാൻ ഒരു പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ അടുത്തേക്ക് പോവാണ്. അത് ഇപ്പോഴും ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഹിറ്റ്ലറിനെ പറ്റിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റിയും അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കാർഡും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അവർ കടത്തി വിടുള്ളായിരുന്നു. സ്റ്റെഫാനും ബെന്നമിനും കൂടിയിട്ട് ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന ഹാളിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്യൂരിറ്റി അവരെ തടഞ്ഞു നിർത്തുകയാണ്. സ്റ്റെഫാൻ ആ ഒരു സെക്യൂരിറ്റിക്ക് അവന്റെ കയ്യിലിരുന്ന ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് കണ്ട സമയത്ത് സെക്യൂരിറ്റി അവനെ കടത്തി വിടുകയാണ്. എന്നാൽ ബെന്നമിൻ കയറാൻ നിന്ന സമയത്ത് ബെന്നമിനെ തടയുന്നുണ്ട്. അപ്പോൾ സ്റ്റെഫാൻ പറയാണ്, മുൻകൂട്ടി അറിയിക്കാനായിട്ട് മറന്നുപോയി, ഇവൻ ഡാനിഷ് ഫെഡറേഷന്റെ ആളാണ്, അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ബെന്നമിനും ഇപ്പൊ പറയുന്നുണ്ട് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡുള്ള സ്റ്റെഫാനും പറഞ്ഞതുകൊണ്ട് ആ ഒരു സെക്യൂരിറ്റി ഇവർ രണ്ടുപേരെയും കടത്തി വിടുകയാണ്. ഇപ്പൊ സ്റ്റെഫാൻ ഒന്ന് ചിരിക്കുന്നുണ്ട്. ബെന്നമിൻ പറയാണ്, ID കാർഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ആനച്ചക്ക കാര്യമൊന്നുമല്ല, ഫോട്ടോഷോപ്പ് അറിയുന്ന ഏതൊരു മണ്ടനും ഇതൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇവർ വന്നിട്ടുണ്ട്. എന്നിട്ട് ബെന്നമിനോട് സ്റ്റെഫാൻ പറയാണ്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രസന്റേഷൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലാപ്ടോപ്പ് മറ്റൊരു വൈഫൈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ആയിരിക്കണം, മറക്കണ്ട, അസാധ്യമായത് ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫാൻ അങ്ങോട്ട് പോവാണ്. എന്നാൽ ബെന്നമിൻ ഇപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം ഇതിന്റെ ഉള്ളിലേക്ക് അവൻ പെട്ടെന്ന് ഒന്ന് ചാടിയതാണല്ലോ. അവൻ കുറച്ച് നെർവസ് ആണെങ്കിലും ആ ഒരു കാര്യം അവൻ ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. എന്നാലും അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ്. ഏത് വൈഫൈ നെറ്റ്വർക്കിലേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് പോലും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാലും അസാധ്യമായതിനെ ലക്ഷ്യം വെക്കുക എന്നുള്ള ആ ഒരു നിയമം അവൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ആ ഒരു സ്റ്റേജിലേക്ക് നടക്കുകയാണ്. ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അതിഥികളൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോഗ്രാം ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആരും കാണാതെ സ്റ്റെഫാൻ പോയിട്ട് ഒരു വെബ് ക്യാം സെറ്റാക്കി വെക്കുന്നുണ്ട്. അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോ ബെന്നമിന് ആകെ വല്ലാതെ ആവാണ്. എന്നാലും ഞാൻ അദൃശ്യനാണ്, ആ ഒരു സൂപ്പർ പവർ എനിക്കുണ്ടല്ലോ, ആ ഒരു കാര്യം ഇപ്പൊ അവൻ ആലോചിക്കുകയാണ്.
എന്നിട്ട് ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ ഞാൻ അദൃശ്യനാണ് എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ട് ആ ഒരു സ്റ്റേജിൽ കൂടെ മെല്ലെ നടന്നു വരികയാണ്. മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് എന്നുള്ള ഒരു ധാരണ മറ്റുള്ളവർക്ക് കിട്ടുന്ന രീതിയിലാണ് സ്റ്റീഫൻ ഇപ്പൊ നടന്നു വരുന്നത്. എന്നിട്ട് ആ ഒരു മൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ തന്നെ ഇവൻ ഈ ഒരു പ്രസന്റേഷൻ നടത്തുന്ന ആ ഒരു ലാപ്ടോപ്പിൽ കയറി നോക്കിയ സമയത്ത് തന്നെ ഈ ഒരു ലാപ്ടോപ്പിന്റെ വൈഫൈ കണക്ഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കുന്ന സമയത്ത് അതിന്റെ ലിസ്റ്റിൽ ഒരു വൈഫൈ ഉണ്ടായിരുന്നു. ആ ഒരു പേര് ഇങ്ങനെയായിരുന്നു, അഡോൾഫ് ഹിറ്റ്ലർ മൈ ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈഫൈ നെറ്റ്വർക്ക് ആയിരുന്നു. അപ്പൊ ആ ഒരു നെറ്റ്വർക്ക് കണ്ടപ്പോൾ തന്നെ ഇവര് മനസ്സിലാവുന്നുണ്ട് ആ ഒരു നെറ്റ്വർക്കിലേക്കാണ് കണക്ട് ചെയ്യണമെന്ന്. അപ്പൊ വേഗം അവൻ ആ ഒരു ലാപ്ടോപ്പ് ഈ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണം. ഇത് കണക്ട് ആവുന്ന ആ ഒരു സമയത്ത് തന്നെ ആ സ്റ്റേജിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ശരിക്കും മൈക്കൊക്കെ ശരിയാക്കാനായിട്ട് വന്നിട്ടുള്ള ആ ഒരു ആള് ഇവനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. ഇപ്പൊ ഇവനെന്നാല് അയാൾക്ക് പിടികൊടുക്കാതെ തന്നെ അയാളെ കൈവീശി കാണിക്കുകയാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ അയാൾ എന്തോ ആ ഒരു സംഭവം വിടുന്നുണ്ട്. അങ്ങനെ ഇത് സെറ്റാക്കി വെച്ചിട്ട് ഇവൻ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടി പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ ഒരു വാനിൽ വന്ന് കയറുന്നുണ്ട്. ഇപ്പോ സ്റ്റീഫാനും അവന്റെ പണി തീർത്തിട്ട് ആ ഒരു വാനിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. പോളാണെങ്കിൽ ലാപ്ടോപ്പ് എടുത്തിട്ട് അവന്റെ പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു വെബ് ക്യാം അവന് ഈ ഒരു ലാപ്ടോപ്പിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ഇവനെ ലൈവായിട്ട് കാണാണ്. ഹിറ്റ്ലറിനെ പറ്റിയിട്ട് പ്രസംഗിക്കുന്ന ആള് ഒരുപാട് പൊക്കി തള്ളിയിട്ട് അയാൾ ആ ഒരു പ്രസന്റേഷൻ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന സ്ക്രീനിലേക്ക് കണക്ട് ചെയ്യാണ്. എന്നാൽ ഇവർ പ്രതീക്ഷിച്ച പോലെ ഹിറ്റ്ലറിന്റെ നല്ല നല്ല സംഭവങ്ങളൊന്നും അല്ല വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് വിയേഡായിട്ടുള്ള സാധനങ്ങളാണ് ആ ഒരു പ്രസന്റേഷനിൽ അവിടെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കുകയാണ്. അവർ പെട്ടെന്ന് സ്റ്റേജിലേക്കുള്ള പവർ കട്ട് ചെയ്യാണ്. ആരോ പുറത്തുനിന്ന് വന്നിട്ട് എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഇവരുടെ വാന് തെരഞ്ഞു കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഒരു സെക്യൂരിറ്റികളെല്ലാം കൂടിയിട്ട് വന്നിട്ട് ഈ ഒരു വാൻ അടിച്ചു പൊളിക്കുന്നുണ്ട്. എന്നിട്ട് ഇവന്മാരെ പിടിക്കാൻ നോക്കുകയാണ്. എന്നാൽ ആ ഒരു വണ്ടി എടുത്തിട്ട് അവിടുന്ന് അതിവേഗം പാഞ്ഞ് രക്ഷപ്പെടുകയാണ്. ഇപ്പൊ നമ്മുടെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഹെനയുടെ അടുത്ത് ബെന്യാമിൻ പറയാണ്, ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒപ്പിച്ച പരിപാടി. നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് എനിക്ക് എങ്ങനെ അറിയാന്ന് ഇപ്പൊ ഹെന നമ്മുടെ ബെന്യാമിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബെന്യാമിൻ മുഖത്തുനിന്ന് അവന്റെ ആ ഒരു ഹുഡി മാറ്റിയിട്ട് ഒരു നമ്പർ പറയാണ്, 1704736212. ഇതല്ലേ നിങ്ങളുടെ ഇൻഷുറൻസ് നമ്പർ? നിങ്ങൾ ജനിച്ചത് ഫ്രെഡറിക്കിലാണ്, പഠിച്ചത് ജർമ്മനിയിൽ. നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി 1ാം റാങ്കോടെ തന്നെ അവിടുന്ന് പാസ്സായിട്ടുണ്ട്. നിങ്ങൾക്ക് 2 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ഒന്ന് സെൻട്രൽ ബാങ്കിൽ. പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ഗർഭാശയ സംബന്ധമായിട്ടുള്ള ഒരു രോഗം ഉണ്ടായിരുന്നു. ആ ഒരു കാരണമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കിനി അമ്മയാവാൻ കഴിയില്ല. നിങ്ങളുടെ സഹപ്രവർത്തകര് നിങ്ങൾ ഭയങ്കര സ്റ്റബൺ ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കാണുന്നത് നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ്. ഇതും പറഞ്ഞിട്ട് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ ഞാൻ പറയണോ എന്നെ വിശ്വസിക്കാനായിട്ട് എന്നുള്ള രീതിയിൽ അവരുടെ മുഖത്തേക്ക് അങ്ങനെ രൂക്ഷമായി നോക്കിയിട്ട് ടേബിളിൽ വെച്ചിരുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് ബെന്യാമിൻ അവിടെ എങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വീണ്ടും അവന്റെ കഥ തുടങ്ങുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ഹാക്കിംഗ് ബേസ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം ആവശ്യമായിട്ട് വന്നു. ഒരുപാട് സ്ഥലം തെരഞ്ഞു പോയെങ്കിലും ഒന്നും അത്ര സെക്യൂർ ആയിട്ട് തോന്നിയില്ല. അവസാനം ബെന്യാമിന്റെ മുത്തശ്ശിയുടെ ആ ഒരു വീട് അത് തന്നെ അവരുടെ ബേസ് ആയിട്ട് അവർ സെറ്റ് ചെയ്തു. അവരുടെ കമ്പ്യൂട്ടറും ബാക്കിയുള്ള ഡിവൈസുകളൊക്കെ അവരോട് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹിറ്റ്ലറിന്റെ പ്രോഗ്രാം കൊളവാക്കിയത് ആ ഒരു വെബ് ക്യാമറ വെച്ചിട്ട് ഇവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിന് നല്ല വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ ഇവരെല്ലാവരും ഭയങ്കര ത്രില്ലിലാവാണ്. ഇപ്പൊ മാക്സ് പറയാണ്, നമ്മളുടെ ഈ ഒരു ഗ്യാങ് ഭയങ്കര പവർഫുൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു പേര് വേണം, നമ്മളൊരു ബ്രാൻഡായിട്ട് മാറണം, പ്രശസ്തനാവണം. എന്നാൽ പോള് പറയുന്നുണ്ട്, ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, അത് അപകടമാണ്. നമുക്ക് അജ്ഞാതരായിട്ട് തന്നെ ഇരിക്കാം, അതാണ് നല്ലത്. എന്നാൽ സ്റ്റെഫാനും ബെന്യാമിനും മാക്സിനും നേരെ തിരിച്ചായിരുന്നു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇവര് ഈ ഒരു കാര്യത്തിൽ വോട്ടെടുത്ത് തീരുമാനിക്കുകയാണ്. ഇവരൊരു പവർഫുൾ ആയിട്ടുള്ള ബ്രാൻഡായി മാറണം എന്ന ആ ഒരു തീരുമാനത്തിൽ തന്നെ ഈ ഒരു 4 പേരും കൂടിയിട്ട് അവസാനം ഉറച്ചു നിൽക്കുകയാണ്. മാക്സിന്റെ സ്വഭാവം വെച്ചിട്ട് അവനൊരു ഐഡിയ ഉണ്ടെങ്കിൽ പിന്നെ ആർക്കും അവനെ തടയാൻ പറ്റൂല. ഇപ്പൊ ബെന്യാമിൻ നല്ലൊരു പേരുമായിട്ട് വരികയാണ്, ക്ലൗൺ ലാഫിംഗ് അറ്റ് യു എന്നിപ്പോ ബെഞ്ചമിൻ പറയാണ്, അതായത് ക്ലേ. അങ്ങനെയാണ് ക്ലേ എന്ന ഞങ്ങളുടെ ഈ ഒരു ഹാക്കിംഗ് ഗ്യാങ് ഉണ്ടാവുന്നത്. ക്ലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഷോ ഓഫ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഈ ഒരു പരിപാടി ഇവർ സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്തതായിട്ട് ഇവർ ചെയ്തത് സാമ്പത്തിക മേഖലയ്ക്ക് ഒരു ആശംസകൾ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സെർവറിന്റെ ആ ഒരു ഭാഗത്തേക്ക് അവർ വന്നിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ആ ഒരു സെർവറിലേക്ക് അവർ കണക്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു ടിവിയിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഗ്രാഫിന്റെ രീതിയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പോ നടുവിരൽ നമസ്കാരം എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് ആ ഒരു ഗ്രാഫ് മാറിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു പരിപാടി വിജയിച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ പയ്യന്മാർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. അടുത്തതായി അവർ ലക്ഷ്യം വെച്ചത് ഒരു വലിയ ഫാർമ കമ്പനിയായിരുന്നു. ഈ ഒരു ഫാർമ കമ്പനിയുടെ മുന്നിൽ വന്നിട്ട് ഇലക്ട്രിക്കൽ സെർവറിലോട്ട് ഇവർ കണക്ട് ചെയ്യാണ്. എന്നിട്ട് എന്തൊക്കെയോ ലാപ്പിൽ ഇങ്ങനെ കുത്തി കളിച്ച് അതിങ്ങനെ ഹാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ബിൽഡിങ്ങിലുള്ള ലൈറ്റുകൾ മുഴുവൻ ഓഫ് ആവാണ്. എന്നിട്ട് ചില പ്രത്യേക ഭാഗത്തുള്ള ലൈറ്റുകൾ മാത്രം ഇപ്പൊ മെല്ലെ തെളിഞ്ഞു വരുന്നുണ്ട്. അത് ചില വേർഡുകളായിരുന്നു. അതായത് വി കിൽ ആനിമൽസ്, വി കിൽ ആനിമൽസ്, വി കിൽ ആനിമൽസ് എന്ന് പറയുന്ന രീതിയിൽ ഈ ഒരു ലൈറ്റ് ഇങ്ങനെ ഓൺ ആവും ഓഫ് ആവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കൈ കിട്ടിയതെല്ലാം അവർ ഹാക്ക് ചെയ്യാണ്. അവരൊന്നിനെയും ആരെയും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ക്ലേ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ട് ന്യൂസിലും അതുപോലെ തന്നെ പേപ്പറുകളിലൊക്കെ വരാൻ തുടങ്ങി. പതിയെ അവരങ്ങനെ ഫേമസ് ആയിട്ട് വരികയാണ്. യൂട്യൂബില് ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. യൂത്തിന്റെ ഒരു വികാരമായിട്ട് മാറുകയാണ് ക്ലേ. എന്നാൽ ചാനലുകളിലും സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലും ഈ ക്ലേ എന്ന് പറയുന്ന ഗ്യാങ്ങിനെ കണ്ടുപിടിക്കാനായിട്ട് അവർ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർക്കാർക്കും ഈ ഒരു ഗ്രൂപ്പിനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര റിബിൾ ആയിട്ടുള്ള യൂത്തിന്റെ ഗ്രൂപ്പോ അതോ ക്രിമിനൽ സംഘങ്ങളോ ആണ് ഈ ഒരു
ക്ലേയുടെ പുറകിലുള്ളത് എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അത്രയും സീരിയസ് ആയിട്ട് ഇവരെ പറ്റി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരൊരു സൂപ്പർ മാർക്കറ്റിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാക്സും ബെന്യാമിനും കൂടിയിട്ട് അവിടെ ഇങ്ങനെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ മേരി അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. മേരി വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സ് ഇപ്പോ മേരിയെ തുറക്കെ വിളിച്ചിട്ട് അവനൊരു റാക്കിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ്. അപ്പോ മേരി നോക്കുന്ന സമയത്ത് ബെന്യാമിനെയാണ് കാണുന്നത്. അവന് അവളുമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പൊ മാക്സ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ബെന്യാമിൻ അവളെ കണ്ടപ്പോ തന്നെ അവന്റെ കൈകാലം വരയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവളുടെ അടുത്ത് ബെന്യാമിൻ ചോദിക്കുകയാണ്, നീ എന്തിനാ അങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവള് പറയാണ്, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് ഞാൻ വന്നത്. സൂപ്പർ മാർക്കറ്റിൽ സാധാരണ ആൾക്കാർ അങ്ങനെയാണല്ലോ വരിക. അത് ശരി, അങ്ങനെയാണല്ലേ, ഓക്കെ, ഞാനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മേരി അവന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഓക്കെ എന്നാ ശരി ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മേരി അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ അവൻ ശരി പോയിക്കോ എന്ന് പറയുന്നുണ്ട്. എന്നാ ഇതൊക്കെ കണ്ടിട്ട് ഇവനെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാക്സ് അവിടെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ മാക്സ് എണീറ്റ് വന്നിട്ട് അവന്റെ അടുത്ത് പറയുന്നത്, എടാ നീ എന്ത് പൊട്ടനാടാ, അവളുമായിട്ട് സംസാരിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കി തരുമ്പോ നീ എന്ത് കളിയായി കളിച്ചോണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയാണ്. ബെന്യാമിൻ അവനോട് ചൂടാവുന്നുണ്ട്. നിനക്ക് ഈ പെമ്പിള്ളേരുടെ അടുത്ത് സംസാരിച്ച് വീഴ്ത്താനൊക്കെ കഴിവുണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ആണെന്നുണ്ടോ? ഞാൻ അങ്ങനെയല്ല, അതൊരു സത്യമാണ്, അത് നീ മനസ്സിലാക്ക് എന്നിങ്ങനെ പറയാണ്. അപ്പൊ മാക്സ് പറയാണ്, എടാ അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്, ഇപ്പൊ നീ ഒന്ന് നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. ബെന്യാമിനോട് പറയുന്നുണ്ട്, ജസ്റ്റ് വാച്ച് ആൻഡ് ലേൺ എന്ന് പറഞ്ഞിട്ട് സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്. അവൻ ബെന്യാമിനെ അവിടെ നിർത്തിയിട്ട് മേരിയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ മേരിയുടെ അടുത്ത് പോയിട്ട് ഇവൻ മെല്ലെ സംസാരിച്ച് അവരുമായിട്ട് കമ്പനി ആവാണ്. അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്തും മേരിനോടൊക്കെ സംസാരിച്ച് അങ്ങനെ അവരെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ബെന്യാമിനോട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്റ്റെഫാൻ വന്നിട്ട് പറയാണ്, ജീവിതം നമുക്ക് നാരങ്ങ വെച്ച് നീട്ടുമ്പോ നമ്മള് ഒരല്പം ഉപ്പും ടെക്കീലയും കൂടി തരുമെന്ന് ചോദിക്കണം എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ മാക്സിന്റെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മുടെ ബെന്യാമിൻ അങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഇവരുടെ ആ ഒരു ഹാക്കിംഗ് ബേസിൽ, അതായത് ബെന്യാമിന്റെ മുത്തശ്ശിയുടെ ആ ഒരു വീടുണ്ടല്ലോ, അവിടെ ഇപ്പൊ എല്ലാരും കൂടിയിട്ട് കൂടി നിൽക്കുകയാണ്. ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നെറ്റ്വർക്കുകളെ ഹാക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഭയങ്കര വൈറൽ ആവുന്നുണ്ട്. യൂത്തിനിടയിൽ തന്നെ ഈ ക്ലേ എന്ന് പറയുന്ന ഹാക്കിംഗ് ഗ്രൂപ്പ് ഭയങ്കര പോപ്പുലർ ആവാണ്. പക്ഷെ മാക്സിന് വേണ്ടിയിരുന്നത് അവന്റെ ദൈവമായ മിസ്റ്റർ എക്സിന്റെ അഭിനന്ദനങ്ങളായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഡാർക്ക് നെറ്റിൽ കയറിയിട്ട് അവരെ നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ മറ്റുള്ള ഹാക്കർമാര് ക്ലേയെ പറ്റിയിട്ട് നമ്മുടെ മിസ്റ്റർ എക്സിനോട് ചോദിക്കുന്ന സമയത്ത്, ക്ലേയോ അതാരാണ് എന്നിങ്ങനെ ഇവരെ കളിയാക്കിയിട്ട് തന്നെ ചോദിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം കണ്ടപ്പോ ഇവർക്ക് എല്ലാവർക്കും തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് നമ്മുടെ മാക്സിനായിരുന്നു. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ മുന്നിൽ നമ്മൾ ഒന്നും അല്ലാണ്ടായി പോയടാ, അവൻ നമ്മളെ അംഗീകരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാക്സ് ദേഷ്യം പിടിച്ചിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയത്താണ് സൈബർ ക്രൈം ഡിറ്റക്റ്റീവായ ഹന കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പോപ്പുലർ ആയിക്കൊണ്ടിരുന്ന മറ്റൊരു ഗ്യാങ് കൂടി ഉണ്ടായിരുന്നു. അവരാണ് ഫ്രണ്ട്സ്. ഇപ്പൊ ടിവിയിൽ ന്യൂസ് കാണിക്കുകയാണ്, ഇന്നലെ രാത്രി ഫ്രാങ്ക്ഫർട്ടിലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഒരു സൈബർ ആക്രമണത്തിന് വിധേയമായി. അത് ചെയ്തത് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. ഈ ഒരു ഫ്രണ്ട്സ് തന്നെയാണ് ജർമ്മൻ ആർമി സർവീസ് ആക്രമണത്തിന് പിന്നിലും ഉണ്ടായിരുന്നത്. ഫ്രണ്ട്സ് എന്ന ഹാക്കർ ഗ്രൂപ്പ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിട്ട് സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു തീരാ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് എന്ന ഈ ഒരു ഗ്യാങ് കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു. റഷ്യൻ സൈബർ മാഫിയയുടെ ഭാഗമായിരുന്നു ഫ്രണ്ട്സ് എന്ന ഈ ഒരു ഹാക്കിംഗ് ഗ്യാങ്. ഹന അവരുടെ ഓഫീസേഴ്സിന് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഒരുപാട് അന്താരാഷ്ട്ര സംഘങ്ങളെ കഴിഞ്ഞ കൊല്ലങ്ങളിലായിട്ട് ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് എന്ന ഈ ഗ്രൂപ്പിൽ 4 പേരാണുള്ളത്. സെക്ഡെറ്റ്, ടോബോട്ട്, ക്രിപ്റ്റോൺ. 4-മൻ ആരാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഒരുപാട് ഡാറ്റകൾ ചോർത്തിയിട്ട് കുപ്രസിദ്ധമായ ഡാർക്ക് നെറ്റിൽ വിൽക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണത്. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫ്രണ്ട്സ് എന്ന ഹാക്കിംഗ് ഗ്യാങ്ങിന്റെ ബേസ് ബെർലിൻ സിറ്റിയിലാണ്. കുറെ വർഷങ്ങളായിട്ട് അന ഫ്രണ്ട്സിന് പുറകെയാണ്. എന്നാലും അവരെ പറ്റി ഇപ്പോഴും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഹന ഫ്രണ്ട്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് മിസ്റ്റർ എക്സ് കാരണം ഉണ്ടായ അസ്വസ്ഥതകൾ മാറ്റാനായിട്ട് മാക്സും അവന്റെ ടീമും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരിക്കല് മാക്സും സ്റ്റെഫാനും പോളിന്റെ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഒരു ടെലിക്യൂസ് മത്സരത്തിലേക്കുള്ള എല്ലാ ലൈനുകളും കട്ട് ചെയ്യാണ് ഒന്നൊഴിച്ച്. അതുവഴി മാക്സിന് മാത്രം അവരെ വിളിക്കാം എന്ന നിലയിലാക്കി. അങ്ങനെ കണക്ട് ചെയ്ത ആ ഒരു കോളില് നമ്മുടെ മാക്സ് സംസാരിച്ചിട്ട് കറക്റ്റ് ഉത്തരം അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ക്യൂസിൽ അവർ വിജയിക്കുന്നുണ്ട്. സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്പോർട്സ് കാറും കൊണ്ട് ഇപ്പൊ അവരിങ്ങനെ ആ ഒരു നാട്ടിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ ഇടയിൽ വഴിയിൽ നിന്ന് കണ്ടുമുട്ടിയ ഒരു 3 പെൺകുട്ടികൾ ഈ ഒരു ലേഡീസിനെ കൂട്ടിയിട്ട് അവരുടെ ആ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ഇവരവിടെ പാർട്ടി ചെയ്യാണ്. അങ്ങനെ അടിച്ച് കട്ടായിട്ട് എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ട്. ഈ ഒരു പാർട്ടിന്റെ ഇടയിൽ മാക്സ് പറയാണ്, വലിയ വലിയ വെല്ലുവിളികൾ മറികടക്കുമ്പോഴേ നമുക്ക് എല്ലാം നേടാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് ഇവനെ നോക്ക് എന്ന് പറഞ്ഞിട്ട് ബെന്യാമിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇവന് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷേ അതൊന്നും അവൻ ഉപയോഗിക്കുന്നില്ല. അവൻ മറ്റുള്ളവർക്ക് പിന്നിൽ ഒളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരാൾ നമ്മുടെ പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളുകയാണെങ്കിൽ നമുക്ക് അധിക ദൂരം ഒന്നും പോകാനാവില്ല. മാക്സ് പറഞ്ഞത് ശരിയാണെന്ന് ബെന്യാമിനും ഇപ്പൊ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മാറ്റാനായിട്ട് അവൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. എന്നിട്ട് ഇവൻ ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു കാറും എടുത്തിട്ട് മേരെ കാണാനായിട്ട് പോവാണ്. അവളാണെങ്കിൽ ഇപ്പൊ ഒരു പബ്ബിലാണ് ഉള്ളത്. അപ്പൊ അവള് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ബെന്യാമിൻ ഇങ്ങനെ ആ ഒരു കാറിൽ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ആ ഒരു പബ്ബിന്ന് മേരി ഇറങ്ങി വരാണ്. ഇപ്പൊ ഈ ഒരു കാറിന്റെ ഉള്ളിലിരിക്കുന്ന ബെന്യാമിനെ അവള് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് അവള് മെല്ലെ നടന്നു വരാണ്. ഈ ഒരു കാറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാറിന്റെ ഉള്ളിലേക്ക് അവള് കയറി
കേട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവള് പറയാണ് ഞാൻ ആ ഒരു എക്സാം ജയിച്ചിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ ബെന്യാമിൻ പറയാണ് ആഹാ കൊള്ളാലോ, ഞാനങ്ങനെ ജയിച്ചെന്ന് നിനക്കറിയോ, എനിക്ക് തെറ്റാണെന്ന് തോന്നിയിട്ടുള്ള ഉത്തരങ്ങള് കരുതി കൂട്ടിയിട്ട് ഞാൻ ടിക്ക് ചെയ്ത് വിട്ടു, അങ്ങനെയാണ് ഞാൻ ജയിച്ചതെന്ന് ഇപ്പോൾ അവള് പറയാണ്. അപ്പൊ ബെന്യാമിൻ ചോദിക്കുകയാണ് നീ എന്താ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു എക്സാം തോറ്റിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, പുറത്ത് വേറെയും ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റില് ഞാൻ അങ്ങോട്ട് അതിനെ ഡീൽ ചെയ്തു എന്ന് പറയാണ് ആള്. നമ്മുടെ ലൈഫിലും ഇതുപോലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ലേ? ചില സമയങ്ങൾ അങ്ങനെയാണ്, തോറ്റുപോകുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സിറ്റുവേഷൻ കൂടുതൽ ഡാർക്ക് ആവും. അപ്പൊ അതിനൊന്ന് ഈസി ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വരുന്നേ. ഇപ്പൊ മേരി ചോദിക്കുന്നുണ്ട് എന്താണ് പോർഷയിലൊക്കെ എന്തോ വലിയ കോൾ കിട്ടിയിട്ടുള്ള മട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ബെന്യാമിൻ പറയാണ് ഞാനാണ് ഈ മാസത്തെ എംപ്ലോയി ഓഫ് ദ മന്ത്, അങ്ങനെ കിട്ടിയതാണ് ഈ ഒരു പോർഷെ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനൊരു സൂപ്പർ ഹീറോയും ഇതെന്റെ സൂപ്പർ കാറുമായിരിക്കും. എന്നിട്ട് ഫ്രീ ആയിട്ട് അവർക്കൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്, നീ നിന്നെ തന്നെ വിശ്വസിക്കേ, എന്നിട്ട് സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ലക്ഷ്യം വയ്ക്കേ എന്നിങ്ങനെ പറയാണ്. ഇവനിപ്പോ എന്താ പറ്റിയെന്ന് വിചാരിച്ചിട്ട് അവൾ അങ്ങനെ ഇരിക്കുകയാണ്. അന്ന് ഇതേ സമയത്ത് തന്നെ അവൾക്കൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നാൽ പെട്ടെന്ന് ഇവനെങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ അവൾക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. അവൾ ആ ഒരു കാറിന് ഇറങ്ങി പോവാണ്. ഇപ്പൊ എല്ലാം ഞാൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ അവൾ പോകുന്നത് നോക്കി ആ ഒരു കാറിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് മേരിയുടെ ഫ്രണ്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ നേരെ നടന്നു വന്നിട്ട് ബെന്യാമിന്റെ രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ അടുത്ത് പറയാണ് നീ മേരിയുടെ കാര്യങ്ങളൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. പിറ്റേ ദിവസം രാവിലെ ബെന്യാമിൻ അവന്റെ ആ ഒരു വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ അവന്റെ ഫേസ് കണ്ടപ്പോ തന്നെ സ്റ്റെഫാന് മനസ്സിലായിട്ടുണ്ട് എവിടുന്നോ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് വരികയാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താടാ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബെന്യാമിൻ പറയണേ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മാക്സിനെ നോക്കുകയാണെങ്കിൽ അവനിപ്പോ ആ ഒരു സിസ്റ്റത്തിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തില് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, മിസ്റ്റർ എക്സിന്റെ ഒരു മെസ്സേജ് ആയിരുന്നു അത്. ഇത് കണ്ടിട്ട് മാക്സ് ആകെ ഷോക്കാവാണ്. എന്നിട്ട് എല്ലാവരോടും വിളിച്ചു പറയാണ് എടാ വന്നേ, മിസ്റ്റർ എക്സ് നമുക്ക് വേണ്ടിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, വന്ന് നോക്കുന്നു പറയാണ്. അപ്പൊ ആ ഒരു മെസ്സേജ് ഇവർ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കോൺഫിഡൻഷ്യൽ ഫയൽ ആയിരുന്നു അത്. ഈ ഒരു ഫയലില് പല ഹാക്കിംഗ് ഗ്യാങ്ങുകളെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് ഇവരുടെ ക്ലേ എന്ന ഈ ഒരു ഹാക്കിംഗ് ഗ്യാങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ മിസ്റ്റർ എക്സ് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു, ക്ലേ എന്ന് പറയുന്ന ഈ ഒരു ഹാക്കർ ഗ്രൂപ്പ് വലിയ ത്രെട്ട് ഒന്നുമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. അവർ ഒരിക്കലും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അവർ ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് അത്രേ ചെയ്യാനും കഴിയുള്ളൂ. സോ ക്ലേ എന്ന് പറയുന്നത് ഒരു ബിഗ് പ്ലെയർ ഒന്നും അല്ല എന്ന തരത്തില് പറയുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത്. ഈ ഒരു റിപ്പോർട്ട് അയച്ചതിലൂടെ മിസ്റ്റർ എക്സ് ഉദ്ദേശിച്ചത് ഇവരെ കളിയാക്കുക എന്നുള്ളത് മാത്രമാണ്. ക്ലേ മിസ്റ്റർ എക്സിന്റെ കണ്ണിൽ ഉള്ള കുട്ടികൾ മാത്രമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അത്. ഈ മെസ്സേജ് കണ്ടിട്ട് മാക്സിനെ നല്ലോണം ദേഷ്യം പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും. മാക്സ് ഇപ്പൊ പറയാണ് ഇവനെ നമുക്ക് തീർക്കണം, എല്ലാത്തിനെയും കടത്തി വെട്ടുന്ന എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്യേ എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വലിയ ബാങ്കിന്റെ സെർവർ അങ്ങോട്ട് ഹാക്ക് ചെയ്താലോ, എന്നിട്ട് അവരുടെ പൈസ മുഴുവൻ അടിച്ചു മാറ്റാം എന്നിങ്ങനെ സ്റ്റെഫാൻ പറയുന്നുണ്ട്. അപ്പൊ പോള് പറയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ കമ്പനികളുടെ സെർവർ ഹാക്ക് ചെയ്യാം. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ബെന്യാമിൻ ഇങ്ങനെ എന്തോ ഒരു ഐഡിയ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് മാക്സിന് ശരിക്കും തൃപ്തി ആവുന്നുണ്ടായിരുന്നില്ല. അവനിങ്ങനെ പറയാണ് ശരിക്കും വലിയൊരു ഐറ്റമാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളല്ല. നമ്മൾ ഒപ്പിക്കുന്ന ഈ ഒരു പരിപാടി കണ്ടിട്ട് എല്ലാം എണ്ണോ ഞെട്ടണം, അതിനെ പറ്റിയൊരു സാധനമാണ് വേണ്ടത്. ബെന്യാമിൻ പറയാണ് അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ജർമ്മൻ സീക്രട്ട് സർവീസ് അവരുടെ സെർവർ ഹാക്ക് ചെയ്താലോ എന്നിങ്ങനെ ബെന്യാമിൻ ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് എല്ലാരും ഞെട്ടുന്നുണ്ട്. ബെന്യാമിൻ പറയാണ് അതെ, ഈ ഒരു കാര്യം ഇതുവരെ ആരും ചെയ്തിട്ടില്ല. രാജ്യത്തിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ നമ്മൾ ഹാക്ക് ചെയ്യണമെങ്കിൽ നമ്മളായിരിക്കും ഒന്നാമത്. സ്റ്റെഫാൻ പറയാണ് എടാ നീ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്, അതൊന്നും അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ബെന്യാമിൻ പറയാണ് നോ സിസ്റ്റം ഈസ് സേഫ്. പക്ഷേ ഈ ഒരു ഐഡിയ കേട്ട് കഴിഞ്ഞപ്പോ മാക്സ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഇപ്പൊ മാക്സ് പറയാണ് ഇത് തന്നെയാണ് കറക്റ്റ് സാധനം, ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എണ്ണം ഞെട്ടും, നമുക്ക് ഇത് തന്നെ ചെയ്യാന്ന് മാക്സ് പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അവർ 4 പേരും കൂടി തീരുമാനിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ചെറിയ പരിപാടികളൊന്നും പോലെ അല്ലായിരുന്നു, വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ ആദ്യമായിട്ട് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിൽ നിന്നും ഡിസ്പോസ് ചെയ്യുന്ന പേപ്പർ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ട്രക്കിൽ കൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവർ ഡിസ്പോസ് ചെയ്യും. ആ ഒരു സ്ഥലം എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് ഇപ്പൊ ഇവർ 4 പേര് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു പേപ്പർ വേസ്റ്റിന്റെ ഉള്ളിൽ ഇവരങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറെ നേരം അവർ കഷ്ടപ്പെട്ട് തെരഞ്ഞ സമയത്ത് അവർക്ക് ഒരു ബർത്ത്ഡേ കാർഡ് കിട്ടുന്നുണ്ട്. ഈ ഒരു കാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഇവർ ആ ഒരു കാർഡുമായിട്ട് ഇവരുടെ ഹാക്കിംഗ് ബേസിലോട്ട് വരികയാണ്. അവിടെ ഇരുന്നിട്ട് ഈ ഒരു കാർഡിന്റെ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ എടുത്ത് നോക്കുന്ന സമയത്ത് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ജോഡി എന്ന് പറഞ്ഞ ഒരു ലേഡിക്ക് വന്നിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ആയിരുന്നു അത്. ഈ കാർഡ് ഇവർ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത സമയത്ത് അതിനകത്ത് നിന്ന് പല ഡീറ്റെയിൽസും മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ മെയിൽ ID തന്നെയാണ്. അതുപോലെ തന്നെ ഇവരൊരു ക്യാറ്റ് ലവർ ആണ് എന്നുള്ള കാര്യവും ഈ ഒരു ബർത്ത്ഡേ കാർഡെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അവർ അത് വെച്ചിട്ട് ഫിഷിംഗ് പരിപാടി പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷിംഗ് എന്താന്നുള്ളത്. ജോഡിക്ക് ക്യാറ്റ്സിനെ ഒരുപാട് ഇഷ്ടമാണ്. സോ ജോഡിന്റെ മെയിൽ ID-യിലേക്ക് 1-2 ക്യാറ്റിന്റെ ഫോട്ടോസ് ഇവര്
മെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു മെയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറെ ക്യൂട്ടായിട്ടുള്ള കാറ്റുകളുടെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ സമയത്ത് ജോഡി ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമേജ് ഒക്കെ അവളുടെ ഓഫീസിലുള്ള സിസ്റ്റത്തിലേക്ക് ഇവൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു ഇമേജിനകത്ത് ഇവർ ഹുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇവരുടെ പ്രോഗ്രാം ആ ഒരു സിസ്റ്റത്തിൽ ആക്ടിവേറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ജോഡിയുടെ സിസ്റ്റം ഇവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് ഇവർ ഡീപ്പായിട്ട് സെർവറിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് ഇവർക്ക് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ടോപ്പ് സീക്രട്ട് സെർവറുകളിലേക്ക് ജോഡിക്ക് ആക്സസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ബെന്യാമിൻ പറയുന്നത് ജോഡിക്കാണ് ഓഫീസിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആക്സസ് കാർഡ്, അതായത് ഈ ഒരു ഓഫീസിലേക്ക് എൻ്റർ ആവാനുള്ള ആക്സസ് കാർഡ് കൊടുക്കാനുള്ള അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 4 ആക്സസ് കാർഡ് ഉണ്ടാക്കിയിട്ട് അതിന് ഇവരുടെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് പെർമിഷൻ കൊടുക്കുകയാണ്. ഈ ഒരു കാർഡ് വെച്ചിട്ട് ഇവർക്ക് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലേക്ക് കയറി പറ്റാനായിട്ട് പറ്റും. എല്ലാം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവര് ഫേസ് തിരിച്ചറിയാതിരിക്കാനുള്ള ആ ഒരു മുഖമൂടിയും അതുപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള ജാക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ഓഫീസിലേക്ക് വരുന്നത്. ഓഫീസിന്റെ മുന്നിലെത്തിയിട്ട് ഈ ഒരു ആക്സസ് കാർഡ് വെച്ചിട്ട് ഇവർ 4 പേരും ആ ഒരു ഓഫീസിലേക്ക് എൻ്റർ ആവുകയാണ്. സ്റ്റെഫാന് കിട്ടിയിട്ടുള്ള ഡ്യൂട്ടി അനുസരിച്ചിട്ട് CCTV ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്തിട്ട് അവൻ അതിന്റെ ഉള്ളിൽ കയറുന്നുണ്ട്. എന്നിട്ട് ഇവർ വന്ന സമയത്ത് ഉണ്ടായിരുന്ന CCTV വിഷ്വൽസുകൾ കംപ്ലീറ്റ് എടുത്തു മാറ്റി അവിടെ ഒരു പുതിയ വീഡിയോ സ്ഥാപിക്കുകയാണ്. സോ ഇനി അങ്ങോട്ട് ഈ ഒരു ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും CCTV വഴി കാണാനായിട്ട് പറ്റില്ല. സെർവർ റൂമിലേക്ക് കയറാനായിട്ടുള്ള പാസ്കോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മാക്സിന്റെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ മാക്സ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവരുടെ സിസ്റ്റം ഹാക്ക് ചെയ്തിട്ട് പാസ്കോഡ് ബെന്യാമിന് കൊടുക്കുന്നുണ്ട്. ഈ സെർവർ റൂമിലേക്കുള്ള ലൈറ്റ്സ് എല്ലാം കട്ട് ചെയ്യാന്നുള്ളതാണ് പോളിന് കിട്ടിയിട്ടുള്ള ഡ്യൂട്ടി. ഇപ്പൊ അവൻ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. മാക്സ് കൊടുത്തിട്ടുള്ള ഈ ഒരു പിൻ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ബെന്യാമിൻ ആ ഒരു സെർവർ റൂമിന്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ബെന്യാമിൻ അവിടെ നിന്നിട്ട് ഈ ഒരു സെർവറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഓഫീസിലുള്ള മുഴുവൻ പ്രിന്ററുകളെയും ഹാക്ക് ചെയ്യാന്നുള്ളതാണ് ബെന്യാമിൻ ചെയ്യേണ്ട ജോലി. അവനിപ്പോ ആ ഒരു ജോലിയൊക്കെ തീർത്തിട്ട് പോവാൻ നിൽക്കുകയാണ്. പക്ഷെ അവന് ചില കാര്യത്തിൽ എന്തോ ഡൗട്ട് വന്നിട്ട് അവൻ വീണ്ടും വന്നിട്ട് ഈ ഒരു സെർവറിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് എന്തൊക്കെയോ ചെയ്തിട്ട് അവൻ ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഈ ഒരു സമയമായപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാക്സ് ബെന്യാമിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ ഇത്ര സമയം എടുത്തത്, എല്ലാം റെഡി ആക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബെന്യാമിൻ പറയാണ് ഓക്കെ റെഡി ആക്കിയിട്ട് മച്ചനെ നാളെ രാവിലെ നീ കണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നല്ല ഹാപ്പി ആണ്. അങ്ങനെ ഇവർ നേരെ പോയത് അടുത്തുണ്ടായിരുന്ന ഒരു പബ്ബിലേക്കാണ്. അവർ അവിടെ കിടന്നിട്ട് കുന്തളിച്ച് കുത്തി മറിയാണ്. നല്ല കിടുക്കാച്ചി ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാണ്. അങ്ങനെ ഈ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ബെന്യാമിൻ ഒരു ഇടനാഴി കൂടെ ഇങ്ങനെ നടന്നു വന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ബെന്യാമിൻ കാണുന്നത് മാക്സും അതുപോലെ തന്നെ മേരിയും ഒരുമിച്ച് ഇവൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സിറ്റുവേഷനിൽ മാക്സിനെയും മേരിയും കൂടി കാണാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ബെന്യാമിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവൻ അപ്പൊ തന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് അവന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് വാതിലും ജനലൊക്കെ അടച്ചിട്ട് അവൻ അവിടെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അന്ന് ഇവനെ കാണാത്തത് കൊണ്ട് തന്നെ ഇവന്റെ ഈ ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഈ ഒരു വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. വാതിൽ അടച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്മാര് ഇപ്പൊ ആ ഒരു ജനലിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് ആ ഒരു ജനലിൽ മുട്ടിയിട്ട് അവനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പറയുന്നുണ്ട് നിങ്ങളൊന്ന് പോയി തരുമോ, എനിക്കൊന്ന് കുറച്ചേരം സ്വസ്ഥമായിട്ട് ഇരിക്കണം, നിങ്ങളൊന്ന് പോകുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ മാക്സ് പറയാണ് നീ ഒന്ന് വാതിലോർക്ക് ഇങ്ങനെ പിള്ളേരെ പോലെ കളിക്കല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ ബെന്യാമിൻ പറയാണ് എടാ മാക്സ് നീ ഒരു ചതിയനാണ്, എനിക്ക് നിന്നെ ഇനി ഒരിക്കലും കാണണ്ട എന്നിങ്ങനെ പറയാണ്. മാക്സ് പറയാണ് ഞങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുള്ളൂ, അത് നീ ഓർത്തോ. ഈ ഒരു ഡയലോഗ് കൂടി പറഞ്ഞിട്ട് മാക്സും ടീമും അവിടുന്ന് പോവാണ്. ഇപ്പൊ മാക്സ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോ ബെന്യാമിന് നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ബെന്യാമിൻ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ട് ഇവൻ അവിടുത്തെ കുറച്ച് ഡാറ്റയും കൂടി അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം ഡാർക്ക് വെബിൽ കയറിയിട്ട് നമ്മുടെ മിസ്റ്റർ എക്സിന് ഇവന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുണ്ട്. ഇപ്പോ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഓഫീസിലേക്ക് അവരുടെ സ്റ്റാഫുകളെല്ലാം വന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ഓഫീസിലുള്ള എല്ലാ പ്രിന്റേഴ്സിനും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഓഫീസ് ഈ ഒരു പ്രിന്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് നിന്ന് ഒരു പ്രിന്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ ക്ലേയുടെ എംബ്ലവും അതുപോലെ തന്നെ അതിന്റെ അടിയിൽ നോ സിസ്റ്റം ഈ സേഫ് എന്നുള്ള ഒരു കാര്യം കൂടിയിട്ട് ഇങ്ങനെ അവർ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രിന്റ് തന്നെയാണ് ആ ഒരു ഓഫീസിന്റെ എല്ലാ മൂലയ്ക്കും വന്ന് ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ ഇവരുടെ ഈ ഒരു ഓഫീസ് ക്ലേ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവാണ്. അപ്പൊ അത് അന്വേഷിക്കാനായിട്ട് ഹെന അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഹെനേന്റെ അടുത്ത് അവിടുത്തെ സൈബർ സെക്യൂരിറ്റി വിഭാഗത്തിലുള്ള ഒരു ഓഫീസർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവര് ആദ്യം ഈ ഒരു ഓഫീസിന്റെ ആക്സസ് കാർഡ് ഉപയോഗിച്ച് ഈ ഒരു ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറി എന്നിട്ട് ഇവിടുത്തെ സെർവർ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഡാറ്റകളും കാര്യങ്ങളൊക്കെ അവർ ചോർത്തിയെടുത്തിട്ടാണ് പോയിട്ടുള്ളത് എന്നിങ്ങനെ ഹനയോട് പറയുന്നുണ്ട്. അപ്പൊ ഹന നേരെ ചെന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു CCTVന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെ ചെന്നിട്ട് CCTV നോക്കുന്ന സമയത്ത് ഇവരുടെ CCTVയിൽ ഉണ്ടായിരുന്ന എല്ലാ ഫുട്ടേജുകളും തന്നെ ഇറേസ് ചെയ്തിട്ട് പകരമായിട്ട് പുതിയ കുറച്ച് വീഡിയോ ആണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഹന്ന ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ബെന്യാമിന്റെ വീട്ടിലേക്ക് ഇപ്പൊ മാക്സും അതുപോലെ പോളും സ്റ്റെഫാനും കൂടി വന്നിട്ടുണ്ട്. ബെന്യാമിൻ ഇപ്പൊ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ഇവർ 3 പേരുമാണ് കാണുന്നത്. ഇവൻ ചാടി എണീറ്റിട്ട് ഇവരെല്ലാരും തള്ളി പുറത്താക്കാനായിട്ട് നോക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എനിക്ക് നിങ്ങളെ കാണാന്ന് പറഞ്ഞല്ലേ, നീ ഇന്നലെ എന്ത് പരിപാടിയാ ചെയ്തേ? മാക്സേ അങ്ങനെ ഒരു കാര്യം നീ അല്ലാതെ വേറെ ആരാണെങ്കിലും ഞാൻ ക്ഷമിച്ചേനെ. അവളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് നിന്നോട് മാത്രമേ ദേഷ്യമുള്ളൂ, കാരണം നീ എന്നെ കൂടെ ഒന്ന് ചതിക്കുന്നു. സോ എനിക്ക് നിന്നെ ഇനി ഒരിക്കലും കാണണ്ട എന്നിങ്ങനെ പറയാണ്. അപ്പൊ മാക്സ് പറയാണ് നീ ഒന്നും കൂടി ആലോചിച്ചിട്ട് പറ, ഞങ്ങളില്ലെങ്കിൽ നിനക്കൊന്നും ചെയ്യാനാവില്ല, ഞങ്ങളെ നിനക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യം നീ ആലോചിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബെന്യാമിന് നല്ല ചൂടാവുന്നുണ്ട്. ബെന്യാമിൻ പറയാണ് എനിക്ക് നിങ്ങളെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കാണ് എന്നെ ആവശ്യമുള്ളത്, അത് മനസ്സിലാക്കിക്കോ എന്ന് പറയുന്നത്.
പറയുന്നുണ്ട്. അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞിട്ട് അങ്ങനെ മാക്സും ബെന്യമിനും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് ഫൈറ്റ് ആവാണ്. മാക്സ് ഇപ്പോ ബെന്യമിനെ നല്ല രീതിയിൽ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഉരുണ്ട് കിടന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോളും സ്റ്റെഫാനും കൂടിയിട്ട് ഇവന്മാരെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ടിവിയിൽ ഒരു ന്യൂസ് വരുന്നത്. ഈ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോ പോൾ ഇവരോട് പറയാണ്, എടാ ഒന്ന് നിർത്ത്, ഈ ടിവിയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കേ. ഇന്നലെ രാത്രി ഫ്രണ്ട്സ് ഗ്യാങ്ങിലെ അംഗമായ ക്രിപ്റ്റോൺ എന്ന ഹാക്കർ അയാളുടെ അപ്പാർട്ട്മെന്റിലെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതൊരു കൊലപാതകമായിരുന്നു. ക്രിപ്റ്റോണിന്റെ ബോഡിക്കരികിൽ ഒരു ഡോക്യുമെന്റ് കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു ഡോക്യുമെന്റിൽ പറയുന്നത് ക്രിപ്റ്റോൺ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചാരനാണ് എന്നാണ്. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായ ക്ലേ നടത്തിയിട്ടുള്ള ഈ ഒരു ഹാക്കിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഇവരെല്ലാരും തരിച്ചങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇവരങ്ങനെ ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മാക്സ് ബെന്യമിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീയല്ല സെർവർ റൂമിലോട്ട് കയറിയത്, അവിടെ എന്താ സംഭവിച്ചത്? അവിടെയുള്ള പ്രിന്ററുകളെ മാത്രം ഹാക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു തെളിവ് അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല നമ്മളെ ധാരണ. അതല്ലാതെ അനാവശ്യമായിട്ടുള്ള ഡാറ്റകളും കാര്യങ്ങളൊക്കെ നമ്മൾ കോപ്പി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ലായിരുന്നല്ലോ. നീ എന്തൊക്കെയാ ചെയ്തു വെച്ചേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബെന്യമിൻ പറയാണ്, ഞാൻ ഇന്നലെ സെർവർ റൂമിൽ കയറിയ സമയത്ത് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെർവറിനകത്ത് ഒരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗം ഞാൻ ക്രാക്ക് ചെയ്തു. അതിലുണ്ടായിരുന്ന ഡാറ്റാസ് ഒക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് എന്റെ ഈഗോ ഭയങ്കരമായിട്ട് ഹേർട്ടായി. എനിക്ക് നിങ്ങളുടെ മുന്നിലും അതുപോലെ തന്നെ മിസ്റ്റർ എക്സിനും തെളിയിച്ചു കൊടുക്കണമായിരുന്നു ഞാൻ എന്തെങ്കിലും ആണ് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡാറ്റാസ് മിസ്റ്റർ എക്സിന് കൈമാറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ മാക്സും മറ്റുള്ളവരും കൂടി പറയാണ്, നീ എന്ത് മണ്ടത്തരാട കാണിച്ചു വെച്ചേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരു കൂട്ടി വായിച്ച സമയത്ത് ഇവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് മിസ്റ്റർ എക്സ് ആണ് ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന നാലാമൻ. ബെന്യമിൻ ഈ ഒരു സെർവർ റൂമിൽ നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ടുള്ളത് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് സീക്രട്ട് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ആയിരുന്നു. ഈ ഒരു ലിസ്റ്റില് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഹാക്കിംഗ് ടീമിൽ വർക്ക് ചെയ്യുന്ന ക്രിപ്റ്റോണും കൂടി ഉണ്ടായിരുന്നു. ക്രിപ്റ്റോൺ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ നിന്നുകൊണ്ട് തന്നെ ഇവരുടെ നീക്കങ്ങളൊക്കെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടുതൽ നിന്നിട്ട് ഇവരെ ചതിച്ചുകൊണ്ടിരുന്ന ക്രിപ്റ്റോണിനെ അവര് കൊല്ലുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ട് ഹാക്കിംഗ് നടത്തിയ ടീം ക്ലേ ആയതുകൊണ്ട് തന്നെ ക്രിപ്റ്റോണിനെ കൊന്നിട്ടുള്ളത് ക്ലേ ആണെന്നാണ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റും പോലീസും ഒക്കെ വിചാരിക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യത്തില് ക്ലേ ട്രാപ്പ് ആവുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് മിസ്റ്റർ എക്സ് ക്രിപ്റ്റോണിന്റെ ഡെഡ് ബോഡിന്റെ അരികില് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഒരു ഡോക്യുമെന്റ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എല്ലാരും കൂടി അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ സ്റ്റെഫാൻ അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. മതി നിർത്ത്, ഞാൻ പോവാണ്. സ്റ്റെഫാൻ പറയാണ്, ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവന്റെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് മാക്സ് പറയാണ്, ബെന്യമിൻ ഒറ്റൊരുത്തനല്ലേ ഇതൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്, കാര്യങ്ങളെല്ലാം അവനായിക്കട്ടെ, ഇവൻ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ നമ്മളെല്ലാരും കൂടിയിട്ട് ജയിലിൽ പോയി കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇവൻ മാത്രമാണ് ക്ലേ എന്നുള്ളത് ഇവൻ പറഞ്ഞോട്ടെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവും എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ പോള് പറയുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ ബലിയാടാക്കിയിട്ട് ആ ഒരു കാര്യം ഒരിക്കലും ചെയ്യാനായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നിങ്ങനെ പോള് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ബെന്യമിൻ പറയാണ്, സ്റ്റെഫാൻ നീ അവിടെ നിൽക്ക്, നീ എങ്ങോട്ടായി പോകുന്നത്? ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഞാനാണ്. അപ്പൊ അതിനുള്ള പരിഹാരം കാണാനും എനിക്കറിയാം. ഞാൻ എങ്ങനെയെങ്കിലും മിസ്റ്റർ എക്സിനെ കണ്ടുപിടിക്കും, അവന്റെ ഐഡന്റിറ്റി എന്താന്നുള്ളത് കണ്ടുപിടിക്കും, എന്നിട്ട് അവന് പോലീസിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കും. നമുക്ക് പുറകില് ഒരുപാട് തെളിവുകളുണ്ട്, ഒന്ന് പരിശ്രമിച്ചാൽ അതൊക്കെ കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ. ഇപ്പൊ മാക്സ് പറയാണ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ ഓടി വിളിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. നമ്മൾ പിടിക്കപ്പെടുന്ന സമയം കുറച്ചും കൂടി നീട്ടി കിട്ടും, അത്രേ ഉണ്ടാവുള്ളൂ. സോ ബെന്യമിൻ പറഞ്ഞതുപോലെ മിസ്റ്റർ എക്സിന്റെ ഐഡന്റിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നിങ്ങനെ പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ചാനലുകളിൽ മുഴുവനും ഇവരുടെ ഈ ഒരു വാർത്ത പരന്നിട്ടുണ്ടായിരുന്നു. ന്യൂസ് ചാനലുകളുടെ കയ്യിൽ ഒരു സബ്ജക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അവര് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ക്ലേ എന്ന് പറയുന്ന ഹാക്കിംഗ് ഗ്യാങ് ആണ് ക്രിപ്റ്റോണിന്റെ കൊലപാതകത്തിന് പിന്നിൽ എന്ന് അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് വീടിന് മുന്നിലൂടെ പോയിക്കൊണ്ടിരുന്ന ഓരോ വാഹനങ്ങളുടെ ശബ്ദവും ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ പേടി ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഈ ഒരു സമയത്ത് ആരോ കോളിംഗ് ബെൽ അടിക്കുകയാണ്. ഇപ്പോ ഇത് കേട്ടിട്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ബെന്യമിൻ പോയിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് മേരി ആയിരുന്നു. മേരി അവന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നതാണ്. പക്ഷെ ഇവന്റെ മുഖത്തുള്ള ഈ ഒരു ചോരപ്പാടുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ ബെന്യമിൻ പറയാണ്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്, നീ പോയിട്ട് പിന്നെ വന്ന് പറഞ്ഞിട്ട് അവളുടെ മുന്നിൽ ആ ഒരു വാതിൽ കൊട്ടിയടക്കുകയാണ്. ഇവരിപ്പോ പോലീസും സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഇന്റർനെറ്റ് യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവർ പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അവരൊരു പബ്ലിക് കഫേയിലേക്ക് പോവാണ്. ഈ ഒരു കഫേയിൽ ഇരുന്നിട്ട് ഇവര് ഡാർക്ക് വെബിലേക്ക് കയറാണ്. എന്നിട്ട് മിസ്റ്റർ എക്സിനോട് ചാറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ശ്രമിച്ചു കഴിഞ്ഞപ്പോ ഒരു പ്രൈവറ്റ് ചാറ്റ് റൂമിലേക്ക് മിസ്റ്റർ എക്സ് അവനെ ഇൻവൈറ്റ് ചെയ്തു. ആ ഒരു പ്രൈവറ്റ് റൂമിൽ കയറിയിട്ട് ഇപ്പോ ബെന്യമിൻ മിസ്റ്റർ എക്സിനോട് പറയാണ്, നീ ആരാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മിസ്റ്റർ എക്സും തിരിച്ച് ഇവനോട് ചോദിക്കുകയാണ്, നീ ആരാണെന്ന്. എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഹാക്കർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ മിസ്റ്റർ എക്സ് പറയാണ്, നീ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആക്രമിച്ചിട്ടുള്ള ആ ഒരു പരിപാടിയില്ലേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിനക്ക് ഒരു ടാസ്കും കൂടി തരാം. ആ ഒരു ടാസ്കിൽ നീ വിജയിക്കുകയാണെങ്കിൽ നിന്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലേക്ക് എടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ ആലോചിക്കാം എന്നിങ്ങനെ പറയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഹന്നയുടെ ഓഫീസിൽ ക്ലേക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബെന്യമിൻ ഡാർക്ക് വെബില് ലോഗിനായ അതേ സമയത്ത് തന്നെ സൈബർ ഡിപ്പാർട്ട്മെന്റിന് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. സോ അവരുടെ എത്തിക്കൽ ഹാക്കേഴ്സിനെ വെച്ചിട്ട് ഇവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ
പക്ഷേ യൂറോപ്പിലെ ഒരുപാട് IP അഡ്രസ്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവനിങ്ങനെ ഡാർക്ക് വെബിൽ കയറിയിട്ടുള്ളത്. അതായത് ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും ലൊക്കേഷൻ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എവിടെയാണ് ഈ ഒരു യൂസറിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പോലീസിനും മറ്റുള്ളവർക്കും ട്രാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു രീതി യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ എത്തിക്കൽ ഹാക്കർ ആയിട്ടുള്ള ഈ ഒരു ലേഡി ഇപ്പോ ഹനയോട് പറയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു യൂസർ യൂസ് ചെയ്തിട്ടുള്ളത് ബെർലിൻ സിറ്റിയിലെ ഒരു പബ്ലിക് ഇന്റർനെറ്റ് കഫേയിലുള്ള IP അഡ്രസ് ആണ് ഇപ്പൊ അവന് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ലൊക്കേഷനിൽ ഇവൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാണ്. ഈ ഒരു ഇൻഫർമേഷൻ കേട്ട് കഴിഞ്ഞപ്പോ ഹന അവരുടെ ഫുൾ ഫോഴ്സിനെ കൂട്ടിയിട്ട് ബെർലിൻ സിറ്റിയിലെ പബ്ലിക് ഇന്റർനെറ്റ് കഫേയിലോട്ട് വരികയാണ്. ഇപ്പോ മിസ്റ്റർ എക്സ് ബെന്യമിന് അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ടാസ്ക് ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സാധനം ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പോലീസ് വന്നതിന്റെ ഒച്ചയും ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവര് ബെന്യമിൻ വേം വാ ഇവിടെ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും മിസ്റ്റർ എക്സിന്റെ പ്രീതി സമ്പാദിക്കണം, എന്നിട്ട് അവനെ പൊളിച്ചെടുക്കണം. ആ ഒരു കാര്യം മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ആവാനായിട്ട് അവനിങ്ങനെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിയ്ക്കുന്നതിന്റെ തൊട്ടടുത്തോട്ട് ഈ ഒരു പോലീസ് ടീം എത്തിയിട്ടുണ്ട്. അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ബാക്കിയുള്ളവരോട് എല്ലാവരോടും പുറത്തേക്ക് പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞു. കറക്റ്റ് സമയത്ത് തന്നെ ഈ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അത് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിട്ട് ബെന്യമിനും അവിടുന്ന് ഓടി രക്ഷപ്പെടാണ്. പക്ഷെ ഈ ഒരു സമയമായപ്പോഴത്തേക്കും പോളും മാക്സും സ്റ്റെഫാനും കൂടിയിട്ട് വേറൊരു വഴിക്ക് ഓടിയിട്ട് പുറത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ബെന്യമിൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒപ്പം എത്താനായിട്ട് അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് കഫയ്ക്കുള്ളിലേക്ക് മുഴുവൻ പോലീസ് ഫോഴ്സും എത്തിയിട്ടുണ്ടായിരുന്നു. സോ ബെന്യമിൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണാത്ത ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ ക്ലയോടെ മുഖംമൂടി എടുത്ത് ധരിക്കുകയാണ്. എന്നിട്ട് അവൻ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുന്നുണ്ട്. വേറെ ആരും ഇവനെ കണ്ടിട്ടില്ലെങ്കിലും ഹന ആ ഒരു സമയത്ത് ഇവനെ കാണുകയാണ്. ഹനയെ കണ്ട സമയത്ത് തന്നെ ഇവൻ അവിടുന്ന് ഓടിയിട്ട് നേരത്തെ ഇരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പ്യൂട്ടർ റൂമിലേക്ക് ഇവൻ വീണ്ടും തിരിച്ചു ഓടി വന്നേക്കാണ്. എന്നിട്ട് അവൻ ആ ഒരു ടേബിളിന്റെ അടിയിൽ ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ്. ഹന അവളുടെ ഗണ്ണുമായിട്ട് ഈ റൂമിലേക്ക് വന്നിട്ട് ഇവനെ ഇങ്ങനെ തിരയുന്നുണ്ട്. പക്ഷെ അവൾക്ക് ബെന്യമിനെ കണ്ടെത്താനായിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് പോലീസ് ചീഫ് ഹനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അവരൊക്കെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇനി ഇവിടെ തെരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ്. അങ്ങനെ അവരവിടുന്ന് പോയ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ബെന്യമിൻ ഇപ്പോ ഓടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവന്റെ ഫ്രണ്ട്സ് അവനെ കാത്തിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയും കൂട്ടിയിട്ട് ബെന്യമിൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഒരുപാട് നാളായിട്ട് ഹന ഈ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിന്റെ പുറകെ നടക്കുകയാണ്. പക്ഷെ അതിലൊരു തുമ്പൊന്നും ഉണ്ടാക്കാനായിട്ട് അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അതും ഈ ഒരു സംഭവം കൂടി ആയി കഴിഞ്ഞപ്പോ ഹനയ്ക്ക് ഇപ്പൊ സസ്പെൻഷൻ ആവാണ്. അവൾ അവളുടെ ഓഫീസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹനയ്ക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഹാക്കിംഗ് ഗ്യാങ്ങിലെ 4ാമത്തെ ആള് മിസ്റ്റർ എക്സ് ആണ് എന്നുള്ളത്. ഇവിടുന്ന് ഈ ഒരു സീൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കാണുന്നത് ഈ ഒരു കഥയൊക്കെ ഹനയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബെന്യമിനെയാണ്. അവർ ആ ഒരു ഇന്റർഗേഷൻ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. കഥ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ ഹന അവനോട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു മിസ്റ്റർ എക്സ് നിങ്ങളോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാസ്ക്. ബെന്യമിൻ പറയാണ് യൂറോപോളിന്റെ സെർവറിലേക്ക് ഒരു ട്രോജൻ അയക്കുക. ഈ ഒരു ട്രോജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വൈറസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ട്രോജൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ട്രോജൻ അയച്ചിട്ട് അവരുടെ സെർവറിലേക്കുള്ള ആക്സസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ഡീറ്റെയിൽസ് മിസ്റ്റർ എക്സിന് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് മിസ്റ്റർ എക്സ് ഇവന്റെ അടുത്ത് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവന്റെ ഐഡന്റിറ്റി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് ക്രിപ്റ്റോണിനെ കൊന്നത് മിസ്റ്റർ എക്സ് ആണ് എന്നുള്ളത് തെളിയിക്കുക എന്നതായിരുന്നു. എന്നിട്ട് വീണ്ടും ഞങ്ങൾക്ക് അപ്രത്യക്ഷമാവണമായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി. അതായത് യൂറോപോളിന്റെ സെർവറിലേക്ക് ഒരു ട്രോജനെ അയക്കുക, എന്നിട്ട് മിസ്റ്റർ എക്സിന് ഈ ഒരു സെർവറിലേക്ക് ആക്സസ് നേടിക്കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപോളിന്റെ സെർവറിലേക്ക് മിസ്റ്റർ എക്സ് കയറുന്ന അതേ സമയത്ത് തന്നെ മിസ്റ്റർ എക്സിന്റെ സിസ്റ്റത്തിലേക്ക് ഞങ്ങൾക്ക് ആക്സസ് കിട്ടും. അങ്ങനെ ഒരു പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്റ്റെഫാൻ ഈ ഒരു പരിപാടിക്ക് പ്രഗ്നന്റ് ട്രോജൻ എന്നാണ് പേരിട്ടത്. അതായത് ഒരു ട്രോജന്റെ ഉള്ളില് മറ്റൊരു ട്രോജൻ. ഈ ഒരു പരിപാടി വർക്കാവണമെന്നുണ്ടെങ്കിൽ മിസ്റ്റർ എക്സിന്റെ മുഖം മൂടി ഞങ്ങൾക്ക് എന്നേക്കുമായിട്ട് വലിച്ചു കയറാനായിട്ട് കഴിയും. ഇങ്ങനെ പ്ലാനുകളെല്ലാം ഫിക്സ് ആയി കഴിഞ്ഞപ്പോ അടുത്തതായിട്ട് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നിട്ടുള്ള ബാക്കിയുള്ള എല്ലാ തെളിവുകളും തന്നെ ആസിഡിലിട്ടിട്ട് നശിപ്പിക്കുക എന്നതാണ്. അപ്പോ ഈ ഒരു തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഇടയിൽ മാക്സ് ബെന്യമിന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ അന്ന് സംഭവിച്ച ആ ഒരു കാര്യമില്ലേ അത് നീ വിട്ട് കളഞ്ഞേക്ക്. വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം വളരെ മോശമായി പോകും. അന്ന് എന്തൊക്കെയോ വെള്ളമോ സാധനമൊക്കെ വലിച്ചു കയറ്റിയിട്ട് അന്ന് അറിയാതെ പറ്റിപ്പോയതാണടാ, നീനോട് ക്ഷമിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മാക്സും ബെന്യമിനും തമ്മിലുള്ള ആ ഒരു പിണക്കം അവരങ്ങനെ തീർക്കുകയാണ്. എന്നാൽ സ്റ്റെഫാനും പോളും അങ്ങോട്ട് വരുന്നുണ്ട്. അവർക്കും ഈ ഒരു കാര്യമൊക്കെ കേട്ടിട്ട് സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ ആ ഒരു വീട്ടിൽ നിന്ന് ഇവർ പോകാനായിട്ട് തയ്യാറാവാണ്. അവസാനമായിട്ട് ഇവർക്ക് അവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു. തെളിവ് നശിപ്പിക്കാനായിട്ട് ആ ഒരു വീട് മുഴുവനായിട്ട് ഇവർ കത്തിക്കുകയാണ്. ബെന്യമിൻ ചെറുപ്പം മുതലേ ഓടിക്കളിച്ച് വളർന്നിട്ടുള്ള ആ ഒരു വീട് നിന്നങ്ങനെ കത്തുന്നത് കണ്ടിട്ട് അവന് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. കുറച്ചു നേരം അത് നോക്കി അവൻ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവനും ഇപ്പോ ബാക്കിയുള്ളവരുടെ കൂടെ ഓടിപ്പോവാണ്. ഹേഗ് എന്ന സിറ്റിയിലുണ്ടായിരുന്ന യൂറോപ്പോളിന്റെ ഓഫീസ് ലക്ഷ്യമാക്കി ഇവർ അങ്ങനെ യാത്ര തുടങ്ങുകയാണ്. അതൊരു വലിയ യാത്രയായിരുന്നു. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് അവരിപ്പോ ഹേഗിൽ എത്തിയിട്ടുണ്ട്. യൂറോപ്പോളിന്റെ ഓഫീസിന്റെ തൊട്ടടുത്തായിട്ട് ഇവരൊരു ഹോട്ടൽ റൂം എടുത്തു. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവർക്ക് കഴിയാവുന്നതിന്റെ മാക്സിമം ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും യൂറോപ്പോളിനുള്ളിൽ കടക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നേരത്തെ ഇവർ ഉപയോഗിച്ചിട്ടുള്ളതുപോലെ ഫിഷിംഗ് ടെക്നിക്കുകളും മറ്റൊക്കെ ഇവർ ഒരുപാട് പയറ്റി നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും യൂറോപ്പോളിന്റെ അടുത്ത് ചെലവാകുന്നില്ല. യൂറോപ്പോള് ഹൈ സെക്യൂർഡ് ആയിരുന്നു. അവസാനമായിട്ട് അണ്ടർഗ്രൗണ്ട് വഴി ഈ ഒരു ഓഫീസിന്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു പാത പോള് കണ്ടെത്തുന്നുണ്ട്. അതിൽ ഇവർ കുറച്ചു ദൂരം പോകുന്നുണ്ട്. പക്ഷെ ഒരു ഗേറ്റ് ഇട്ടിട്ട് ആ ഒരു ഭാഗം സെക്യൂർഡ് ആക്കുകയാണ്. ഇവർ എന്തൊക്കെ ചെയ്തിട്ടും ഈ ഒരു ഗേറ്റ് മറികടന്ന് ഇവർക്ക് ഉള്ളിലേക്ക് കടക്കാനായിട്ട് കഴിയുന്നില്ല. ഈ ഒരു ശ്രമത്തിന്റെ ഇടയിൽ മാക്സിന്റെ കയ്യിൽ ഒരു വലിയ ആണി തറക്കുകയാണ്. ഇപ്പൊ
ഇപ്പൊ മാക്സ് ഉറക്കം നിലവിളിക്കുന്നുണ്ട്. സ്റ്റെഫാൻ പോയിട്ട് ആ ഒരു ആണി വലിച്ചൂരാണ്. എന്നാലും അവന്റെ കയ്യിൽ ഇപ്പൊ നല്ല ആഴത്തിലുള്ള ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട്. ഇവരങ്ങനെ പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ ഒരു ഓഫീസിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര നിരാശയിലാവുന്നുണ്ട്. ഇവരിപ്പോ യൂറോപ്പോളിന്റെ ഓഫീസിന്റെ മുന്നിൽ പോയിട്ട് അങ്ങനെ നിൽക്കാണ്. ഇനി ഒന്നും ചെയ്യാനല്ല എന്നുള്ള രീതിയിൽ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു ഓഫീസിലേക്ക് വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സ്റ്റുഡൻസ് അവരിപ്പോ തിരിച്ചു പോവാണ്. അതിന്റെ ഇടയിൽ ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു വിസിറ്റിങ്ങിന് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ടാഗ് നിലത്ത് വീണു പോവാണ്. അപ്പൊ ആ ഒരു ടാഗ് ബെന്യാമിൻ കാണുന്നുണ്ട്. ഈ ബസ് പോയ ഉടനെ ബെന്യാമിൻ പോയിട്ട് ഈ ഒരു ടാഗ് എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ഇവരിപ്പോ എല്ലാവരും അവരുടെ ഹോട്ടൽ റൂമിൽ വന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങാണ്. പക്ഷെ ബെന്യാമിന് മാത്രം ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൻ കാരണമാണല്ലോ ഈ ഒരു സംഭവങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാരെയും രക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അത് ബെന്യാമിനാണ് ഉള്ളതെന്ന് അവൻ നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവനിപ്പോ ഉറക്കം വരാത്തത്. ഇപ്പൊ ബെന്യാമിൻ മെല്ലെ അവിടെ നിന്ന് എണീറ്റിട്ട് ആരെയും വിളിച്ച് എണീപ്പിക്കാതെ മെല്ലെ പുറത്തേക്ക് പോവാണ്. ബെന്യാമിൻ പോയത് യൂറോപ്പോളിന്റെ ആ ഒരു ഗേറ്റിന്റെ മുന്നിലേക്ക് തന്നെയാണ്. ഈ ഒരു വിസിറ്റിംഗ് ടാഗ് എടുത്ത് അവൻ കഴുത്തിലിടുന്നുണ്ട്. എന്നിട്ട് മാക്സ് പറഞ്ഞ കാര്യം അവനിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. അതായത് സിസ്റ്റം ഹാക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും എളുപ്പം മനുഷ്യന്മാരുടെ മനസ്സ് ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് എന്തും വിശ്വസനീയമായ രീതിയിലാണ് പറയുന്നതെങ്കിൽ അവര് കണ്ണടച്ച് വിശ്വസിക്കും. സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈ കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ബെന്യാമിൻ മുന്നോട്ട് നടക്കുകയാണ്. യൂറോപ്പോളിന്റെ ഗേറ്റിന് മുന്നിൽ സിഗരറ്റും വലിച്ച് ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അയാളോട് പോയിട്ട് ഈ ഒരു ടാഗ് കാണിച്ചിട്ട് പറയാണ്, ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ആ സ്കൂൾ ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. എന്റെ പേഴ്സ് ഇവിടുത്തെ ക്യാൻറ്റീനിൽ വെച്ച് മറന്നു പോയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് സമയം തരികയാണെങ്കിൽ ഞാൻ പോയിട്ട് അത് എടുത്തിട്ട് വരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. സെക്യൂരിറ്റി പറയാണ്, ക്യാൻറ്റീനൊക്കെ അടച്ചുപോയി, നിങ്ങൾ പോയിട്ട് നാളെ രാവിലെ വായി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ബെന്യാമിൻ പറയാണ്, ഞാൻ എന്റെ പേഴ്സ് ഇല്ലാതെ വീട്ടിലോട്ട് ചെന്നുകൊണ്ട് അച്ഛൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എനിക്ക് ആ ഒരു പേഴ്സ് കിട്ടാണ്ട് ഇനി വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ അകത്തേക്ക് വിടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സെക്യൂരിറ്റി പറയാണ്, ഇവിടുത്തെ റൂൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ബെന്യാമിന്റെ മുഖത്തുള്ള ഈ ഒരു പാടുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവന്റെ അച്ഛൻ അവനെ ഉപദ്രവിച്ചതാണെന്നുള്ളത് ഈ ഒരു സെക്യൂരിറ്റിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തോ പാവം തോന്നിയിട്ട് ഈ ഒരു സെക്യൂരിറ്റി അവനെ അകത്തേക്ക് കടത്തി വിടുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, ഞാൻ വെറും 2 മിനിറ്റ് നിനക്ക് തരുള്ളൂ, അതിനുള്ളിൽ നീ പോയിട്ട് നിന്റെ പേഴ്സ് എവിടെയാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് എടുത്തിട്ട് വരണം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ സെക്യൂരിറ്റി അവനെ കൂട്ടിയിട്ട് ക്യാൻറ്റീന്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവന്റെ അടുത്ത് പറയാണ്, വേഗം പോയി എടുത്തിട്ടോ എന്ന് പറയുന്നുണ്ട്. അവന് കിട്ടിയിട്ടുള്ള ആ ഒരു 2 മിനിറ്റ് അത് അവന് ധാരാളമായിരുന്നു. പോളിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റൂട്ടർ ഈ ഒരു ക്യാൻറ്റീനുള്ളിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗത്ത് അവൻ പ്ലേസ് ചെയ്തു. എന്നിട്ട് അത് ഓണാക്കി വെച്ചിട്ട് സെക്യൂരിറ്റിനെ വിളിച്ച് പറയുന്നുണ്ട്, എന്റെ പേഴ്സ് കിട്ടി, എന്തായാലും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ പുറത്തേക്ക് വരികയാണ്. ഇപ്പോ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ബെന്യാമിൻ യൂറോപ്പോളിന്റെ ഓഫീസിനടുത്തുള്ള ഒരു കഫേയില് അവൻ വിരിച്ചിട്ടുള്ള ആ ഒരു വലയിലേക്ക് ആരെങ്കിലും വന്ന് വീഴുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനവിടെ കൊണ്ടുവച്ചിട്ടുള്ള ഈ ഒരു നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റൂട്ടർ വഴി അവരുടെ സിസ്റ്റത്തിലേക്ക് ബെന്യാമിന് ആക്സസ് കിട്ടും. അങ്ങനെ ആക്സസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയിയുടെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് യൂറോപ്പോളിന്റെ നെറ്റ്വർക്കിലേക്ക് കയറാനായിട്ട് അവന് കഴിയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൻ അവിടെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഏതോ ഒരു എംപ്ലോയി ഈ ഒരു നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് അയാളുടെ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യാണ്. സെയിം ടൈമിൽ ബെന്യാമിനും അയാളുടെ സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വിചാരിച്ച പോലെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു എംപ്ലോയിന്റെ സിസ്റ്റം വഴി യൂറോപ്പോളിന്റെ സെർവറിലേക്ക് കയറുക. അതിനുശേഷം ഈ സെർവറിലേക്ക് കയറാനുള്ള ആക്സസ് കോഡ് മിസ്റ്റർ എക്സിന് മാനിപ്പുലേറ്റ് ചെയ്തതിനു ശേഷം കൊടുക്കുക. ആ ഒരു ലിങ്ക് വഴി മിസ്റ്റർ എക്സ് യൂറോപ്പോളിന്റെ സെർവറിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ എക്സിന്റെ സിസ്റ്റത്തിലേക്കും ബെന്യാമിന് ആക്സസ് കിട്ടും. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ബെന്യാമിൻ ഈ ഒരു ആക്സസ് കോഡ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ബെന്യാമിൻ ഇപ്പൊ ഡാർക്ക് വെബിലേക്ക് കയറുന്നുണ്ട്. ഡാർക്ക് വെബിൽ കയറിയിട്ട് മിസ്റ്റർ എക്സിന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ മിസ്റ്റർ എക്സ് അവന് ഒരു ചാറ്റ് റൂമിലേക്കുള്ള കീ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കീ ആയിട്ട് ബെന്യാമിൻ ഇപ്പൊ ആ ഒരു ചാറ്റ് റൂമിലേക്ക് കയറാണ്. എന്നിട്ട് അവൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ട്രോജനെ മിസ്റ്റർ എക്സിന് കൈമാറുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് കളി മാറിയത്. മിസ്റ്റർ എക്സിന് ഈ ഒരു ട്രോജനെ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അതിൽ തൊടുന്നില്ല. ഇപ്പോ ബെന്യാമിന്റെ അടുത്ത് മിസ്റ്റർ എക്സ് പറയാണ്, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് അവന്റെ കമ്പ്യൂട്ടറിൽ തെളിച്ചു വന്ന ആ സമയത്ത് തന്നെ ബെന്യാമിന്റെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ അവന്റെ മുഖം തന്നെ തെളിഞ്ഞു വരികയാണ്. അതായത് മിസ്റ്റർ എക്സിന് ഇപ്പോ ബെന്യാമിന്റെ സിസ്റ്റത്തിലോട്ട് ആക്സസ് കിട്ടിയിട്ടുണ്ട്. ബെന്യാമിൻ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അവൻ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് മിസ്റ്റർ എക്സ് പറയുന്നത്, ഞാൻ നിനക്ക് ഈ ഒരു ചാറ്റ് റൂമിലോട്ട് കയറാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു കീ അത് നീ ഒരിക്കലും ഉപയോഗിക്കരുതായിരുന്നു. അതൊരു IP ട്രാൻസ്മിറ്റർ ആയിരുന്നു. അതുവഴി എനിക്ക് നിന്റെ സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് നിന്റെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് അറിയാം, ലൊക്കേഷൻ അറിയാം, എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ എക്സ് അങ്ങനെ ചിരിക്കുകയാണ്. ഇപ്പൊ ബെന്യാമിനാകെ പേടിച്ചു പോകുന്നുണ്ട്. അവൻ ചുറ്റും നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മിസ്റ്റർ എക്സിന്റെ ടീം ഈ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് ബെന്യാമിൻ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവൻ അവിടുന്ന് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ബെന്യാമിൻ ഓടിയിട്ട് ഇവരുടെ ആ ഒരു ഹോട്ടൽ റൂമിലേക്ക് വരികയാണ്. പക്ഷെ വാതിൽ തുറന്നു നോക്കിയ സമയത്ത് അവൻ കാണുന്നത് മാക്സിനെയും സ്റ്റെഫാനെയും പോളിനെയും എല്ലാരെയും തന്നെ അവിടെ കൊന്നിട്ടേക്കുന്നതാണ്. ആ റൂം
റൂം നിറച്ചും ബ്ലഡ് ആയിരുന്നു. ഇപ്പോ ബെന്നമിന് വല്ലാതെ പേടിയാവുന്നുണ്ട്. അങ്ങനെയാണ് അവൻ പോലീസിൽ കീഴടങ്ങുന്നതും ഹനയുടെ അടുത്തേക്ക് എത്തിയതും. ഇതും പറഞ്ഞിട്ട് ഒരു 3 ബുള്ളറ്റ് ഷെല്ലുകൾ എടുത്തിട്ട് ബെന്നമിൻ ആ ഒരു മേശപ്പുറത്തേക്ക് വെക്കാണ്. എന്നിട്ട് ഹനയോട് അവൻ പറയുന്നുണ്ട്, എനിക്ക് ഇതാ ഹോട്ടൽ റൂമിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഒരു ബുള്ളറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് അവരെ 3 പേരെയും മിസ്റ്റർ എക്സിന്റെ ടീം കൊന്നു കളഞ്ഞത് എന്ന്. ഇവന്റെ ഈ ഒരു കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഹനയ്ക്കും ചെറിയൊരു വിഷമാവുന്നുണ്ട്. എന്നാൽ ബെന്യാമിൻ ഇപ്പോ ഹനയെടുത്ത് പറയാണ്, എനിക്ക് വീണ്ടും അപ്രത്യക്ഷമാവണം പഴയതുപോലെ എന്നിങ്ങനെ ബെഞ്ചമിൻ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഹനയെ പെണീട്ടിട്ട് ഈ റൂമിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പോലീസ് ചീഫിനെ വിളിക്കാണ്. എന്നിട്ട് അയാളോട് പറയാണ് എത്രയും വേഗം ഇങ്ങോട്ടേക്ക് എത്തണം എന്ന് പറയുന്നുണ്ട്. ഹന പുറത്തുപോയ ആ ഒരു സമയത്ത് ബെന്യാമിൻ മേരിയെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇവൻ ഒറ്റയ്ക്കായ ആ ഒരു സമയത്ത് മേരി അവന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവന്റെ അടുത്ത് പറയാണ്, കുറച്ചു കാലം മുന്നേ യൂണിവേഴ്സിറ്റിയുടെ സെർവർ ആരോ ഹാക്ക് ചെയ്തെന്നും ചോദ്യ പേപ്പർ ചോർത്തിയെന്നും മാക്സ് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെ അയാൾ പോലീസിന്റെ പിടിയിലായി എന്ന് പറഞ്ഞിട്ട് അവനെ നോക്കി ചിരിക്കുകയാണ്. ഇപ്പൊ ബെന്യാമിനും അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇവര് തമ്മിലുള്ള ആ ഒരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. ഇപ്പോ ബെന്യാമിൻ പറയാണ്, എന്റെ ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഒരിക്കൽ നീ പറഞ്ഞില്ലേ പുറത്ത് ഒരുപാട് അവസരങ്ങളുണ്ട്, ആ ഒരു കോൺഫിഡൻസിൽ അങ്ങ് ജീവിക്കാമെന്നുള്ളത്. ഇപ്പൊ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നമുക്കും ഒരുപാട് അവസരങ്ങൾ പുറത്തുണ്ട്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം, നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. നീ എന്റെ കൂടെ വരില്ലേ എന്നിങ്ങനെ ബെന്യാമിൻ അവളോട് ചോദിക്കുകയാണ്. ഇപ്പൊ മേരി അവന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പണ്ട് ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു കിസ് ബെന്യാമിന് മേരി കൊടുക്കുകയാണ്. ഇപ്പൊ ഹന വീണ്ടും ആ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് ബെന്യാമിനോട് പറയാണ്, നിനക്ക് എന്നെ പറ്റിയിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, ഞാൻ സസ്പെൻഷനിലാണ് എന്നുള്ള കാര്യം നിനക്കറിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബെന്യാമിൻ അറിയില്ല എന്നുള്ള രീതിയിൽ അവൾ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ബെന്യാമിനെ നോക്കിയിട്ട് ഹന പറയാണ്, നീ ആരാണ് എന്നുള്ളത് ഇപ്പോ ഫ്രണ്ട്സ് ഗ്യാങ്ങിന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിനക്കിനി അപ്രത്യക്ഷമായിട്ട് ജീവിക്കാനായിട്ട് കഴിയില്ല. നിനക്ക് ആവശ്യമായത് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമാണ്. അതായത് ഇതുപോലുള്ള വലിയ വലിയ കേസുകളിലൊക്കെ ദൃക്സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിന് തന്നെ ഒരുപാട് ത്രെട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് പുതിയൊരു ഐഡന്റിറ്റി ഒക്കെ കൊടുത്തിട്ട് അവരെ ഫ്രീ ആയിട്ട് ജീവിക്കാനായിട്ട് വിടുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇവരുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോ ബെന്യാമിന്റെ അടുത്ത് പറയാണ്, ഇത് തന്നെയാണ് നിനക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ബെന്യാമിന്റെ മുഖത്ത് ഒരു പുതിയ പ്രതീക്ഷ വരുന്നുണ്ട്. അവൻ ഹനയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എന്നെ ഈ ഒരു സ്കീമിന്റെ ഭാഗമാക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. മിസ്റ്റർ എക്സിനെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച് തരാം. അതുവഴി സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ഉണ്ടായിട്ടുള്ള അപമാനം ഇല്ലാതെയാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങളിപ്പോ സസ്പെൻഷനിലാണല്ലോ, ഇവരെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സസ്പെൻഷനും പിൻവലിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പകരമായിട്ട് എന്നെ ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് എന്നെ രക്ഷിക്കാനായിട്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹാന ഒരുപാട് നേരം ആലോചിച്ചിട്ട് അവന്റെ അടുത്ത് പറയാണ്, ഓക്കെ നമുക്കത് ചെയ്യാം. പക്ഷേ ഒരു കാര്യം, നീ എങ്ങനെയാണ് മിസ്റ്റർ എക്സിനെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബെന്യാമിൻ ഒന്ന് ചിരിച്ചിട്ട് പറയാണ്, അതൊരു മാജിക് ട്രിക്ക് ആണ് എന്ന്. ഇപ്പോ പോലീസ് ചീഫ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഹന ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അവനെ കൊണ്ട് മിസ്റ്റർ എക്സിനെയും അവന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഗ്യാങ്ങിനെയും കൂട്ടാനായിട്ട് കഴിയും എന്നാണ് അവൻ പറയുന്നത്. പകരമായിട്ട് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിൽ അവനെ ഉൾപ്പെടുത്തിയിട്ട് അവന് വെറുതെ വിടണം. ഈ ഒരു ഡീല് ഞാൻ ഓക്കെ പറയട്ടെ എന്നിങ്ങനെ പറയാണ്. അപ്പൊ പോലീസ് ചീഫ് പറയുന്നുണ്ട്, ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഹന പറയാണ്, അവൻ തീ കൊണ്ട് കളിച്ചിട്ട് കൈപൊള്ളിയ ആളാണ്, പക്ഷേ അവനെ കൊണ്ട് ഇത് സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവന് കൊടുത്തിട്ടുള്ള ആ ഒരു വാക്ക് അത് പാലിക്കാനായിട്ട് നീ എന്റെ കൂടെ നിൽക്കണം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഹന ഒരുപാട് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോ ഈ ഒരു പോലീസ് ചീഫ് അതിന് സമ്മതിക്കുകയാണ്. ഇപ്പോ പോലീസ് ചീഫിന്റെയും ഹനയുടെയും അനുവാദത്തോടുകൂടി തന്നെ ബെന്യാമിൻ ഡാർക്ക് വെബിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അവനവിടെ ഒരു പുതിയ ചാറ്റ് റൂം ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഒരു ചാറ്റ് റൂമിലേക്ക് ഒരുപാട് ഹാക്കേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഒരു ചാറ്റ് റൂമിൽ വന്ന സമയത്ത് ബെന്യാമിൻ മിസ്റ്റർ എക്സ് നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും തെളിവ് സഹിതം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള പല ഡോക്യുമെന്റുകളും ഇവൻ ഹാക്ക് ചെയ്തെടുത്തിട്ട് ഡാർക്ക് വെബില് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുകയാണ്. ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ക്രിപ്റ്റോൺ എന്ന് പറഞ്ഞ ആളെ കൊന്നതും മിസ്റ്റർ എക്സ് ആണ്. അങ്ങനെ അവനെ പറ്റിയിട്ടുള്ള ഒരു 100 കാര്യങ്ങൾ തെളിവ് സഹിതം അവനവിടെ അവതരിപ്പിക്കുകയാണ്. എന്നിട്ടിപ്പോ ബെന്യാമിൻ മിസ്റ്റർ എക്സിന്റെ ഫേക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിൽ അവൻ ആ ഒരു ചാറ്റ് റൂമിലേക്ക് കയറുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള ഹാക്കർമാരെല്ലാരും തന്നെ മിസ്റ്റർ എക്സിനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ശരിക്കുള്ള മിസ്റ്റർ എക്സ് ഈ ഒരു ചാറ്റ് റൂമിന്റെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഐഡന്റിറ്റിയാണ് ഇവിടെ സ്പോയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്ത് വില കൊടുത്തും തടയാൻ വേണ്ടിയിട്ട് മിസ്റ്റർ എക്സ് ഇപ്പൊ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല വഴികളിലൂടെ ഈ ഒരു ചാറ്റ് റൂമിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അവനിങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അവസാനം അവനൊരു ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കുകയാണ്. ഈ ഒരു ലൂപ്പ് ഹോൾ വഴി മിസ്റ്റർ എക്സ് ഈ ഒരു ചാറ്റ് റൂമിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയാണ്. മിസ്റ്റർ എക്സ് ഈ ഒരു ചാറ്റ് റൂമിൽ കയറി വന്ന വഴിക്ക് തന്നെ ബെന്യാമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, നീ എന്തിനാണ് എന്റെ ഐഡന്റിറ്റിയിലൂടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് ശ്രമിച്ചിട്ടും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. ബെന്യാമിൻ ഇപ്പൊ പറയാണ്, നിനക്ക് മാത്രമേ IP ട്രാൻസ്മിറ്റർ ഉപയോഗിക്കാനായിട്ട് അറിയുള്ളൂ എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഈ ഒരു ചാറ്റ് റൂമിലേക്ക് നീ കയറി വന്നിട്ടുള്ള ആ ഒരു ലൂപ്പ് ഹോള്, അതിന് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു കീ അതെന്റെ IP ട്രാൻസ്മിറ്റർ ആയിരുന്നു. എനിക്കിപ്പോ നീ ആരാണെന്നുള്ളത് അറിയാം, നിന്റെ ലൊക്കേഷൻ അറിയാം എന്ന് പറഞ്ഞിട്ട് അവന്റെ മുഖം മൂടി അയച്ചിട്ട് മിസ്റ്റർ എക്സിനെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ബെന്യാമിൻ അവനെ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ മിസ്റ്റർ
എക്സിന്റെ മുഖംമൂടി പഴിഞ്ഞു വീഴാണ്. എന്നാൽ ഈ സമയത്ത് തന്നെ റിയൽ വേൾഡില് മിസ്റ്റർ എക്സിനെ പോലീസ് വന്നിട്ട് കൈയോടെ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഒരു 18-19 വയസ്സുള്ള ഒരു ചെറിയൊരു പയ്യനായിരുന്നു അത്. ഹന ഇപ്പോ ബെന്നമിനോട് പറയുന്നുണ്ട്, കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ റിലീസ് ചെയ്യും. പിന്നെ പുതിയൊരു ഐഡന്റിറ്റി, പുതിയൊരു നാട്, ഇനിയെങ്കിലും ഈ ഒരു ഹാക്കിങ് കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ഹന അവിടെ നിന്ന് പോവാണ്. ഹന കാലിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് ഒരു കാര്യം അവർക്ക് ഓർമ്മ വരുന്നത്. ബെന്നമിന്റെ കയ്യിൽ കണ്ടിട്ടുള്ള ആ ഒരു മുറിവ്, അതൊരിക്കലും അവിടെ അങ്ങനെ വരാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഹന ഇപ്പൊ പോകുന്ന പോക്കില് ബെന്നിമിനെ പറ്റിയിട്ട് ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബെന്നിമിന്റെ മുത്തശ്ശിയുടെ ആ ഒരു വീട്ടിലേക്ക് പോവാണ്. ഈ ഒരു വീട് അവർ കത്തിച്ചു കളഞ്ഞു എന്നാണല്ലോ ഈ ഒരു കഥയിൽ ബെന്നിമിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു വീടിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതവിടെ നല്ല വൃത്തിയും വെടിപ്പായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഹന ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നുണ്ട്. സാധനങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും അവൻ ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്? ഹനയ്ക്കിപ്പോ ആ ഒരു ഡൗട്ട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അവൾ ആ റൂം മുഴുവൻ ഇങ്ങനെ പരതുന്നുണ്ട്. ഒരു ഡ്രഗിന്റെ ഒഴിഞ്ഞ കവറ് ഹനയ്ക്ക് കിട്ടുകയാണ്. കയ്യിലെടുത്ത് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹന ഇപ്പൊ നേരെ പോയത് മേരിയെ കാണാനായിരുന്നു. മേരിയെ കണ്ടിട്ട് ബെന്നമിന്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അവളെടുത്ത് ചോദിക്കുന്നുണ്ട്, ഇയാളെ നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മേരി പറയാണ്, എനിക്ക് പരിചയമൊന്നുമില്ല, ആരാണിത് എന്നിങ്ങനെ മേരി ഹനയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹന ആകെ അത്ഭുതപ്പെടുകയാണ്. ഇവന്റെ പേര് ബെന്നമിൻ എന്നാണ്. ഇവൻ നിന്റെ കൂടെ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ടെന്നാണല്ലോ ഇവൻ പറഞ്ഞത്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ അത് ശരിയാണ്, ഇവൻ എന്റെ കൂടെ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഞാനിപ്പോ ഓർക്കുന്നുണ്ട് എന്നിങ്ങനെ മേരി പറയാണ്. ഇപ്പൊ ഹന പറയാണ്, അല്ല അവൻ നിന്നെ ഇടയ്ക്കിടെ കാണാനായിട്ട് വരാറുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തോ റിലേഷനിലാണെന്നൊക്കെയാണല്ലോ അവൻ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മേരി ഒന്ന് ചിരിച്ചിട്ട് പറയാണ്, അങ്ങനെയൊന്നുമില്ല, അവൻ ചെറുപ്പം മുതലേ ഭയങ്കര ഡിഫറന്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്നിപ്പോ ഇങ്ങനെ മേരി പറയാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോ ഹനയ്ക്കാകെ എന്തോ പോലെ ആവുന്നുണ്ട്. അടുത്തതായിട്ട് ഹന പോയത് ബെന്നമിന്റെ മുത്തശ്ശിയെ ചികിത്സിച്ചിട്ടുള്ള ആ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ടായിരുന്നു. ഇപ്പൊ ബെന്നമിനെ പറ്റിയിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്. അപ്പോ സൈക്കോളജിസ്റ്റ് പറയാണ്, അയാൾ അങ്ങനെ അധികം ആരോടും സംസാരിക്കാറൊന്നുമില്ല, ചെറുപ്പം മുതലേ ഭയങ്കര ഒതുങ്ങി കൂടിയിട്ടുള്ള ഒരു പ്രകൃതമാണ്. അതിൽ അവനെ കുറ്റം പറയാനും പറ്റില്ല, കാരണം അവന്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. അവന്റെ അമ്മയ്ക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു രോഗം ഉണ്ടായിരുന്നു. ഈ ഒരു രോഗം മൂർച്ഛിച്ചിട്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. വിവിധ തരം വ്യക്തിത്വങ്ങള് ഒരാളിൽ കൺട്രോൾ എടുക്കുന്ന ആ ഒരു അസുഖത്തിനെ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ പറയാണ്, അതിനും സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുകൂടാതെ ചില തരത്തിലുള്ള ഡ്രഗുകളുടെയൊക്കെ അമിതമായ ഉപയോഗം ഈ ഒരു അസുഖം വരാനായിട്ടുള്ള സാധ്യത ഒരുപാട് കൂട്ടുന്നുണ്ട് എന്നിങ്ങനെ ഡോക്ടർ പറയാണ്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ ഹന ചോദിക്കാണ്, എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസുഖം വരാനുള്ള സാധ്യതയുണ്ടോ എന്നിങ്ങനെ ഡോക്ടറോട് ചോദിക്കുകയാണ്. അപ്പൊ ഡോക്ടർ പറയാണ്, അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ഹന പോയത് ബെന്നമിന്റെ മുത്തശ്ശിയെ കാണാനായിരുന്നു. മുത്തശ്ശി നല്ല ഉറക്കത്തിലായിരുന്നു. അവരുടെ അടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോക്സിലേക്ക് ഹന നോക്കുന്നുണ്ട്. അത് കാലിയായിരുന്നു. ഈ ഒരു ബോക്സിനകത്താണ് മുത്തശ്ശിയുടെ അച്ഛൻ കൊടുത്തിട്ടുള്ള ആ ഒരു 3 ബുള്ളറ്റ് ഷെല്ലുകളും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അവര് നിധി പോലെ ഇങ്ങനെ സൂക്ഷിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോ ഈ 3 ബുള്ളറ്റ് ഷെല്ലുകളും ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ കാണാനില്ല. ഹനയ്ക്കിപ്പോ പല കാര്യങ്ങളും ഇങ്ങനെ വ്യക്തമായി വരികയാണ്. ഹന വേഗം ഓഫീസിലേക്ക് വരികയാണ്. ബെന്നമിന്റെ അടുത്തേക്ക് പോകാനായിട്ട് ഒരിടനാഴി കൂടെ അവരിങ്ങനെ നടന്നു വരുമായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ബെന്നമിൻ കൊടുത്തിട്ടുള്ള ആ ഒരു 3 ബുള്ളറ്റ് ഷെല്ലുകളും പരിശോധനയ്ക്ക് അയച്ചിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന് അവിടെയുള്ള ഒരു സ്റ്റാഫ് പറഞ്ഞു. ഇപ്പോ ഹന പറയാണ്, ആ ഒരു റിസൾട്ട് എന്താന്നുള്ളത് നീ പറയാതെ തന്നെ എനിക്കറിയാം. 2ാം ലോക മഹായുദ്ധ കാലത്തോളം പഴക്കമുള്ള 3 ബുള്ളറ്റ് ഷെല്ലുകളാണത് എന്നല്ലേ ആ ഒരു റിസൾട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ ആ ഒരു സ്റ്റാഫ് തലകുലുക്കി സമ്മതിക്കുകയാണ്. ഹന ഇപ്പൊ ധൃതി പിടിച്ചിട്ട് ബെന്നമിൻ ഇരിക്കുന്ന ആ ഒരു റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇപ്പോ അവന്റെ കൈ പിടിച്ച് നോക്കുകയാണ്. എന്നിട്ട് കയ്യിൽ കണ്ട ആ ഒരു മുറിവ് ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് ബെന്നമിനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ബെന്നമിൻ പറയാണ്, എനിക്ക് അതങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല, എങ്ങനെയാണ് എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു മുറിവ് വന്നത് എന്നുള്ളത്. ഇപ്പൊ ഹന ബെന്നമിന്റെ മുന്നിലോട്ട് വന്നിട്ട് പറയാണ്, ഞാൻ ആ ഒരു ഹോട്ടൽ റൂമിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ ആരുടെയും ഡെഡ് ബോഡി ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനർത്ഥം ഇതെല്ലാം നിന്റെ ഇല്യൂഷൻസ് ആണ്. മാക്സും പോളും സ്റ്റെഫാനും ഒക്കെ നിന്റെ ഇല്യൂഷൻ ആണ്. ക്ലേ എന്ന് പറയുന്ന ഈ ഒരു ഹാക്കിംഗ് ഗ്രൂപ്പ് നിന്റെ മാത്രമാണ്. അതേ ബെന്നമിൻ, നിനക്കും നിന്റെ അമ്മയുടെ ആ ഒരു രോഗമാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതുകൊണ്ടാണ് നിനക്ക് എങ്ങനെയൊക്കെ തോന്നുന്നത്. അന്ന് യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ മാക്സിന്റെ കയ്യിൽ ഒരു ആണി കുത്തി കയറിയെന്ന് നീ പറഞ്ഞില്ലേ, അത് മാക്സിന്റെ കയ്യിലല്ലായിരുന്നു, അത് നിന്റെ തന്നെ കയ്യിലായിരുന്നു. അതിന്റെ പാടാണ് നിന്റെ കയ്യിലാ കാണുന്നത്. പോളിന്റെ അമ്മ അവന്റെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു എന്നല്ല നീ പറഞ്ഞത്, നിന്റെ കാര്യത്തിലും അത് വ്യത്യസ്തമൊന്നുമല്ലല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ബെന്നമിനോട് ഇപ്പോ ഹന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ബെന്നമിൻ ഇപ്പൊ തല പെരുക്കുന്നുണ്ട്. അവൻ എണീറ്റ് എന്നിട്ട് പറയാണ്, ഞാൻ ഒരിക്കലും എന്റെ അമ്മേനെ പോലെയല്ല, എനിക്ക് അങ്ങനെ ആവാനായിട്ട് ഒട്ടും ആഗ്രഹമില്ല എന്നിങ്ങനെ പറയാണ്. ഇപ്പോ ഹന അവനോട് പറയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ധാരണ പ്രകാരം എനിക്ക് ഒരിക്കലും നിന്നെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിന്റെ ഭാഗമാക്കാനായിട്ട് കഴിയില്ല, കാരണം മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകളെ ഈ ഒരു സ്കീമിന്റെ ഭാഗമാക്കാനായിട്ട് കഴിയില്ല എന്നാണ് നിയമം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് ബെന്നമിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അവൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഫ്രണ്ട്സ് എന്ന ഹാക്കിംഗ് ഗ്യാങ്ങിൽ നിന്നിട്ട് അവരുടെ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുത്തതിനാണ് ക്രിപ്റ്റോണിനെ അവർ കൊന്നത്. ഞാനിപ്പോ ചെയ്തത് അവരുടെയൊക്കെ തലവനായിട്ടുള്ള മിസ്റ്റർ എക്സിനെ നിങ്ങൾക്ക് പിടിച്ചു തരിക എന്നുള്ളതാണ്. ഞാനാണ് ചെയ്തത് എന്നുള്ളത് എല്ലാവർക്കും ഇപ്പൊ അറിയുന്നുണ്ട്. നിങ്ങളിപ്പോ പറയുന്നത് എന്നെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിന്റെ ഭാഗമാക്കാൻ പറ്റില്ല എന്നാണ്. അതും കൂടി ഇല്ലെങ്കിൽ അവരെന്തായാലും എന്നെ കൊന്നു കളയും എന്ന് പറഞ്ഞിട്ട് ബെന്നമിൻ അവിടെ ഇരുന്ന് കരയാണ്. ഇവന്റെ അവസ്ഥ കണ്ടിട്ട് ഹനയ്ക്കും ഒരുപാട് സങ്കടമാവുന്നുണ്ട്. ഈ സമയത്ത് പോലീസ് ചീഫ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പത്രക്കാരോടായിട്ട്
പോലീസ് ചീഫ് പറയാണ് ഈ കേസിന്റെ ആദ്യ ഭാഗം മുതൽ തന്നെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ് അവരുടെ പുറകെ ഉണ്ടായിരുന്നു. ഹനയാണ് ഈ ഒരു കേസിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹനയ്ക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഹനയെ പൊക്കിയിട്ട് ഒരുപാട് ഈ ഒരു പോലീസ് ചീഫ് പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഹന അവിടെ ഒരു വാഷ്റൂമിൽ വന്നിട്ട് മുഖം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വേറെ സ്റ്റാഫ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ഹനയുടെ അടുത്ത് പറയാണ് നിങ്ങളുടെ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, കൺഗ്രാറ്റുലേഷൻസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതോടി കേട്ട് കഴിഞ്ഞപ്പോ ഹനയ്ക്ക് എന്തോ ഭയങ്കര കുറ്റബോധം തോന്നുകയാണ്. അതായത് ബെന്യമിൻ കാരണമാണല്ലോ ഹനയുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ പിൻവലിച്ചത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഗ്യാങ്ങിനെയും മിസ്റ്റർ എക്സിനെ പിടിക്കാൻ കഴിഞ്ഞത്. പക്ഷെ എന്നിട്ടും അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതൊക്കെ ആലോചിച്ചിട്ട് ഹന ഇവിടെ അങ്ങനെ നിൽക്കാണ്. ഇപ്പൊ ഹന ബെന്യമിൻ അരികിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് അവനോട് പറയാണ് നിന്നെ കോടതിയിൽ ഹാജരാക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നീ എന്റെ കൂടെ വാ, നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ഹന ബെന്യമിനെ കൂട്ടി പോവാണ്. ബെന്യമിനാണെങ്കിൽ ഇപ്പൊ ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ പോകുന്നതിന്റെ ഇടയിൽ ബെന്യമിൻ ഹനയോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരിക്കലും ഹാക്ക് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം. ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോ ഹന അവിടെ ഒന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഒരു വട്ടം അവൾ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോ ബെന്യമിനെയും കൂട്ടിയിട്ട് സെർവർ റൂമിനടുത്തേക്ക് ഓടുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ബെന്യമിന്റെ കൈവിലങ്ങുകൾ ഹന അഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ് ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് വെറും ഒരു കമ്പ്യൂട്ടർ ഡാറ്റയാണ്. ഈ ഒരു സെർവർ വഴി അതിനകത്ത് കയറിയിട്ട് നിനക്ക് നിന്റെ പേര് ചേർക്കാനായിട്ട് എത്ര സമയം വേണ്ടി വരും ബെന്യമിൻ എന്നിങ്ങനെ ഹന ചോദിക്കുകയാണ്. ഇപ്പൊ ബെന്യമിൻ ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സെർവർ റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് അവന്റെ പേര് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിലേക്ക് ചേർക്കുകയാണ്. ഹന ബെന്യമിനെയും കൂട്ടിയിട്ട് ഈ ഒരു ഓഫീസിന് പുറത്ത് ഒരുപാട് ദൂരെ ആരുമില്ലാത്ത ഒരു ഭാഗത്തേക്ക് എത്താണ്. എന്നിട്ട് അവിടെ കാർ നിർത്തുന്നുണ്ട്. എന്നിട്ട് ബെന്യമിനോട് പറയാണ് നീ എങ്ങോട്ടെങ്കിലും ഒരുപാട് ദൂരേക്ക് പോയിക്കോ, ഇനി ഒരിക്കലും ഹാക്കിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ അവൻ ഉപദേശിക്കുന്നുണ്ട്. ഇപ്പൊ ബെന്യമിൻ പറയാണ് ഒരുപാട് നന്ദിയുണ്ട്, ഇനി മാജിക് ട്രിക്കുകളില്ല എന്നും പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു 4 ഷുഗർ ക്യൂബുകൾ കാറിന്റെ ഡാഷ്ബോർഡിലേക്ക് വെക്കാണ്. എന്നിട്ട് ഹനയെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് നിൽക്കാണ്. നീ സൂക്ഷിച്ചു പോണം എന്നിങ്ങനെ ഹന അവനോട് പറയാണ്. ഇപ്പൊ ബെന്യമിൻ ഹനയോട് ഓക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി അങ്ങനെ നടക്കാണ്. ഹന ബെന്യമിൻ നടന്നു പോകുന്നത് നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് ദൂരെ എത്തിക്കഴിഞ്ഞപ്പോ ബെന്യമിൻ ഹനയെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഇവിടുന്നാണ് ആ ഒരു ട്വിസ്റ്റ് പൊട്ടിക്കുന്നത്. ബെന്യമിൻ ഒരു കപ്പലില് വേറെ ഏതോ നാട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ രൂപമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഇപ്പോ അവന്റെ തൊട്ടടുത്തായിട്ട് മേരി കൂടി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മാക്സ് അവന്റെ അടുത്തേക്ക് വന്നിട്ട് ബെന്യമിനോട് ചോദിക്കുകയാണ് നമ്മുടെ ചൂണ്ടയില് അവര് കൊളുത്തിയല്ലേ? ഇപ്പൊ ബെന്യമിൻ മാക്സിനെ നോക്കിയിട്ട് വല്ലാത്തൊരു ചിരിച്ചിരിക്കുന്നുണ്ട്. മാക്സ് പറയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന മഹത്തായ ടെക്നിക്ക്. ഈ ഒരു സമയത്ത് തന്നെ സ്റ്റെഫാനും പോളും കൂടിയിട്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. മിസ്റ്റർ എക്സ് ബെന്യമിന്റെ ഐഡന്റിറ്റി കണ്ടുപിടിച്ച ആ ദിവസം ബെന്യമിനെ കൊല്ലാനായിട്ട് മിസ്റ്റർ എക്സിന്റെ ടീം അവന്റെ പുറകെ ഓടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു സമയത്ത് ബെന്യമിൻ നേരെ ഓടിക്കേറി വന്നത് മാക്സും പോളും സ്റ്റെഫാനും നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോട്ടലിലേക്കായിരുന്നു. ബെന്യമിൻ കഥയിൽ പറഞ്ഞതുപോലെ ആരും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ളവര് ബെന്യമിനെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇവനെ കണ്ടതും അവർ ചോദിച്ചു നീ എങ്ങോട്ടാ പോയത്, എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ബെന്യമിൻ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ നമ്മളുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ട്രോജൻ മിസ്റ്റർ എക്സിന് കൊടുത്തു, അവൻ എന്റെ ഐഡന്റിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനി നമ്മളിവിടെ നിൽക്കുന്നത് സേഫ് അല്ല, വാ നമുക്ക് അങ്ങോട്ടെങ്കിലും പോവാം എന്നിങ്ങനെ ബെന്യമിൻ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് തന്നെ എല്ലാവരുടെയും മുഖത്ത് ഒരു അന്താളിപ്പ് വരാണ്. ഇപ്പൊ പോള് പറയാണ് നീ ഞങ്ങളിൽ ഒരാളാണ്, നിന്നെ ഒരിക്കലും ഒരു ട്രാപ്പിലേക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. സ്റ്റെഫാൻ ഇപ്പൊ പറയാണ് മാക്സ് നമ്മൾ എങ്ങനെയാണ് ഇതിനകത്തൊന്നും ഊരുക? മാക്സ് ആ ടേബിളിന് മുകളിൽ വെച്ചിട്ടുള്ള ലാപ്ടോപ്പിലേക്ക് നോക്കിയിട്ട് അവൻ പറയാണ് ഒരു സിസ്റ്റവും സേഫ് അല്ല. ഈ സമയത്ത് അവന്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ ഹനയുടെ ഒരു പ്രൊഫൈലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഇവർ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് ഇവരൊരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. ഇപ്പൊ മേരിയോടും ബെന്യമിൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മേരിയും ഇവരെ സഹായിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ഇവരുണ്ടാക്കിയ കഥകളായിരുന്നു ബെന്യമിൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോ മാക്സ് ഒരു കാര്യം പറയാണ്, ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ മാക്സ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറിവ് ബെന്യമിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇനി ബാക്കിയുള്ളത് ഇത് മാത്രമാണ്. ഇപ്പൊ ബെന്യമിൻ തലകുലിക്ക് സമ്മതിക്കുന്നുണ്ട്. അവിടെ മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു വലിയ ആണി മാക്സ് ബെന്യമിന്റെ കയ്യിലേക്ക് അടിച്ചു കയറ്റാണ്. അങ്ങനെ ആ ഒരു മുറിവ് അവന്റെ കയ്യില് മാക്സ് റീക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവര് സക്സസ്ഫുൾ ആയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ മിസ്റ്റർ എക്സിനെയും ഫ്രണ്ട്സ് ഗ്യാങ്ങിനെയും ട്രാപ്പിലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെർവറിൽ നിന്നും വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം വഴി എല്ലാവർക്കും അറിയുന്ന ബെന്യമിന്റെ ആ ഒരു ഐഡന്റിറ്റിയും അവനിപ്പോ മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇനി ഇവർ അദൃശ്യരാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഇപ്പൊ ഇവരെല്ലാരും കൂടിയിട്ട് ആ ഒരു കപ്പൽ തട്ടിൽ അങ്ങനെ നിൽക്കുകയാണ്. ബെന്യമിൻ പറയുന്നുണ്ട് ഇതെന്റെ കഥയാണ്, ഇനി മാജിക് ട്രിക്കുകളില്ല. ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് ഹൂ ആം ഐ എന്ന സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? അവസാനം ഇതിനിങ്ങനെ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പഴയ കഥ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. അതായത് പണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഇതുപോലുള്ള ഹാക്കിംഗ് സിനിമകളൊക്കെ കണ്ടിട്ട് തലയ്ക്ക് പ്രാന്തായിട്ട് ഞങ്ങൾ കണ്ട സൈറ്റിലൊക്കെ കയറിയിട്ട് ഇതേപോലെ ഹാക്കിംഗ് പഠിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ടായി. പക്ഷെ ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ള ചാനൽ വഴിയല്ല പോയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു 8ന്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു സിസ്റ്റം ഒന്നിനും കൊള്ളാതെ അവസാനം തല്ലി പൊളിച്ച് കളയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ട്
ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ ഹാക്കിംഗ് പഠിക്കാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ വഴിയല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. രാജാവേ, ഈ ഒരു വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പൊ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതേപോലെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുമ്മാ ഷെയർ ചെയ്യുന്നേ, എല്ലാവർക്കും അതൊരു പാടായിരിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.